ഒന്നാം ലോക മഹായുദ്ധകാലത്ത് സ്വമേധയ പട്ടാളത്തിൽ ചേരാൻ തയ്യാറാവാത്ത ഇംഗ്ലീഷ് യുവാക്കളെ ഭീരുക്കളെന്ന് മുദ്രകുത്താനായി സ്ത്രീകൾ അവർക്കൊരു വെള്ളത്തൂവൽ സമ്മാനിച്ചിരുന്നു. പട്ടാളത്തിൽ ചേരാൻ പ്രായമാകാത്തവർക്കും യുദ്ധത്തിൽ പരിക്കേറ്റ് മടങ്ങിയെത്തിയവർക്കും ഉൾപ്പെടെ സിവിലിയൻ വേഷം ധരിച്ച എല്ലാ പുരുഷന്മാർക്കും ഈ അപമാനം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. പരസ്യമായി അപമാനഭാരം ഭയന്ന് അക്കാലത്ത് നിരവധി യുവാക്കൾ സ്വമേധയ പട്ടാളത്തിൽ ചേരുകയും ചെയ്തിരുന്നു. പക്ഷേ മഹായുദ്ധകാലത്തിന് മുന്നേ തന്നെ ഇംഗ്ലീഷ് സംസ്കാരത്തിൽ വെള്ളത്തൂവൽ ഭീരുത്വത്തിന്റെ അടയാളമായിരുന്നു. ബ്രിട്ടീഷ് സാഹിത്യത്തിലും നാടോടി കഥകളിലും വെള്ളത്തൂവലിനെ ഇപ്രകാരം തന്നെ ഉപയോഗിച്ചിരിക്കുന്നതായി കാണാൻ സാധിക്കും. അത്തരത്തിൽ A.W. മേസൺ എന്ന ഇംഗ്ലീഷ് സാഹിത്യകാരൻ എഴുതി 1902 പ്രസിദ്ധീകരിക്കപ്പെട്ട നോവലാണ് ദി ഫോർ ഫെദേഴ്സ്. സുഡാനിലേക്ക് യുദ്ധത്തിന് പോകാൻ മടിച്ച ഹാരി ഫാവർഷാം എന്ന പട്ടാളക്കാരന് സുഹൃത്തുക്കളും കാമുകിയും വെള്ളത്തൂവൽ സമ്മാനിക്കുന്നതും അയാൾ അപമാനിക്കപ്പെടുന്നതും തുടർന്ന് താൻ ഭീരുവല്ല എന്ന് തെളിയിക്കാനായി സുഡാനിലേക്ക് ആ പട്ടാളക്കാരൻ നടത്തുന്ന യാത്രയുമാണ് നോവലിന്റെ ഇതിവൃത്തം. പക്ഷേ ആ യാത്ര അയാൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അത്ര എളുപ്പമായിരുന്നില്ല. അയാൾക്കൊരടിമയെ പോലെ കരിങ്കൽ ഖനിയിൽ ജോലി ചെയ്യേണ്ടി വന്നു. ഒരൽപ്പം ഭക്ഷണത്തിനായി അവിടെയുള്ള മനുഷ്യരുടെ കാലിൽ വീണ് അപേക്ഷിക്കേണ്ടി വന്നു. മരുഭൂമിയിൽ ദാഹിച്ചു തളർന്ന അയാൾക്ക് തന്നെ ചുമന്നുകൊണ്ടുപോയിരുന്ന ഒട്ടകത്തിന്റെ രക്തം പോലും കുടിക്കേണ്ടി വന്നു. ഈ നോവലിനെ അടിസ്ഥാനമാക്കി 2002 പുറത്തു വന്ന സിനിമയാണ് ദി ഫോർ ഫെദേഴ്സ്. ആയിരത്തി 1880കളോടെ ലോകത്തിന്റെ 4/1 ഭാഗവും ബ്രിട്ടീഷ് അധീനതയിലായി കഴിഞ്ഞിരുന്നു. രാജ്യത്തിനും രാജ്ഞിക്കും വേണ്ടി സേവനമനുഷ്ഠിക്കുക എന്നതായിരുന്നു ബ്രിട്ടീഷ് യുവാക്കൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ലഭിക്കാവുന്ന ഏറ്റവും വലിയ ബഹുമതി. പക്ഷേ പട്ടാളത്തിൽ സേവനമനുഷ്ഠിക്കാൻ ധൈര്യമില്ലാത്തവരെ ഭീരുക്കളായാണ് കണക്കാക്കിയിരുന്നത്. അവരെ അപമാനിക്കാനായി ഭീരുത്വത്തിന്റെ അടയാളമായൊരു വെള്ളത്തൂവൽ ആളുകൾ അവർക്ക് സമ്മാനിച്ചിരുന്നു. ഇക്കാലത്താണ് ഹാരിയും സുഹൃത്തുക്കളും പട്ടാളത്തിൽ തങ്ങളുടെ പരിശീലനമെല്ലാം പൂർത്തിയാക്കുന്നത്. ഹാരിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ 4 പേരായിരുന്നു: ജാക്ക് ഡ്യൂറൻസ്, ടോം വില്ലബായ്, എഡ്വേർഡ് കാസൽട്ടൺ, വില്യം ട്രെഞ്ച്. തങ്ങളുടെ പരിശീലനം പൂർത്തിയായതിൻ്റെ ആഘോഷം നടക്കുന്ന ആ ദിവസത്തിന് ഹാരിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രത്യേകത കൂടിയുണ്ടായിരുന്നു. തൻ്റെ സുഹൃത്തും പ്രണയിനിയുമായ എത്തനയുമായി വിവാഹമുറപ്പിക്കുന്ന ദിവസം കൂടിയായിരുന്നു അത്. അങ്ങനെ ജാക്കുമായി സംസാരിച്ചു നിന്ന ശേഷം ഹാരിയും എത്തനയും ഹാരിയുടെ അച്ഛനായ ജനറൽ ഫാവർഷാമിനടുത്തേക്കെത്തി. അച്ഛൻ പട്ടാളത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നതുകൊണ്ട് തന്നെ പട്ടാളച്ചിട്ടയിലാണ് അയാൾ ഹാരിയെ വളർത്തിയതും അവനോട് സംസാരിച്ചിരുന്നതും. തൻ്റെ മകൻ പട്ടാളത്തിലെ പരിശീലനമെല്ലാം പൂർത്തിയാക്കിയ ആ രാത്രി തന്നെ തൻ്റെ മകനും എത്തനെയും വിവാഹിതരാകാൻ പോവുകയാണെന്നുള്ള സന്തോഷ വാർത്ത ജനറൽ ഫാവർഷാം തൻ്റെ സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും അറിയിച്ചു. വാർത്തയറിഞ്ഞ് ഹാരിയുടെ സുഹൃത്തുക്കളും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും സന്തോഷിച്ചുവെങ്കിലും ഒരാൾക്ക് മാത്രം അതിൽ സന്തോഷമുണ്ടായിരുന്നില്ല: ജാക്കിന്. ജാക്ക് എത്തനയുടെയും ഹാരിയുടെയും ചെറുപ്പം മുതലുള്ള അടുത്ത സുഹൃത്തായിരുന്നുവെങ്കിലും അവർ തമ്മിൽ ഒന്നിക്കുന്നത് ജാക്കിന് അത്ര ഇഷ്ടമല്ലായിരുന്നു. കാരണം എത്തനയെ ജാക്കിനും ഇഷ്ടമായിരുന്നു. പക്ഷേ എത്തനെ ഹാരിയെയാണ് സ്നേഹിക്കുന്നത് എന്ന് മനസ്സിലാക്കി അയാൾ ആ സ്നേഹം മറച്ചു വച്ചിരിക്കുകയായിരുന്നു. എങ്കിലും അയാൾ അതിൽ പരിഭവം പ്രകടിപ്പിച്ചില്ല. എത്തനെ തനിക്ക് വിധിച്ചതല്ല എന്ന് അയാൾ സമാധാനിച്ചു. മാത്രമല്ല, തൻ്റെ ഉറ്റ സുഹൃത്ത് ഹാരിക്ക് വേണ്ടി ആ സ്നേഹം വേണ്ട എന്ന് വെക്കാനും ജാക്ക് തീരുമാനിച്ചിരുന്നു. അങ്ങനെ ഹാരിയും സുഹൃത്തുക്കളും സന്തോഷവും സമാധാനവുമായി മുന്നോട്ട് പോകുമ്പോഴാണ് എല്ലാം തകിടം മറിക്കുന്നൊരു വാർത്ത ആ പട്ടാള ക്യാമ്പിലേക്ക് എത്തുന്നത്. സുഡാനിലെ സ്വയം പ്രഖ്യാപിത മിശിഹായ മഹദി എന്ന് വിളിക്കപ്പെടുന്ന മുഹമ്മദ് അഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള മഹദിസ്റ്റുകൾ ബ്രിട്ടീഷ് സൈനിക താവളം ആക്രമിച്ചുവെന്നും അവിടെയുള്ള ബ്രിട്ടീഷ് സൈനികരെല്ലാം കൊല ചെയ്തുവെന്നുമായിരുന്നു ആ വാർത്ത. അതിനാൽ തന്നെ റോയൽ കാംബ്രിയൻസ് ഉൾപ്പെടെയുള്ള അനേകം സൈനിക റെജിമെന്റുകളെ ഈ ആഴ്ച തന്നെ സുഡാനിലേക്ക് പറഞ്ഞയക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നും കേണൽ അവരെ അറിയിച്ചു. വാർത്ത കേട്ട യുവാക്കളെല്ലാം ആവേശഭരിതരായി, ഹാരി ഒഴികെ. കാരണം അയാൾക്ക് യുദ്ധത്തിനായി മറ്റൊരു നാട്ടിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. അയാൾക്ക് അയാളുടെ നാട്ടിൽ തൻ്റെ സുഹൃത്തുക്കളോടും പ്രണയത്തോടുമൊപ്പം സമാധാനമായി കഴിയാനായിരുന്നു ആഗ്രഹം. പക്ഷേ ഇപ്പോഴിതാ എല്ലാം വിട്ട് മറ്റേതോ ദേശത്ത് പോയി രക്തദാഹികളായ കലാപകാരികളുമായി യുദ്ധം ചെയ്യേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. യുദ്ധത്തിന് പുറപ്പെടും മുൻപുള്ള രാത്രികൾ ആ പട്ടാളക്കാർ മദ്യവും നൃത്തവും സംഗീതവുമായി ആഘോഷമാക്കി. പക്ഷെ അപ്പോഴും ഹാരിക്ക് യാതൊരു സന്തോഷവും ഉണ്ടായിരുന്നില്ല. എങ്കിലും അതൊന്നും പ്രകടിപ്പിക്കാതെ അവിടുത്തെ അവസ്ഥ എന്തായിരിക്കുമെന്നും
എന്തിനാണ് ഇത്രയും പണം മുടക്കി നമ്മൾ ആ മരുഭൂമിയിൽ പോയി യുദ്ധം ചെയ്യുന്നത് എന്നുമൊക്കെ അയാൾ ജാക്കിനോട് ചോദിക്കുന്നുണ്ട്. മദ്യലഹരിയിലായിരുന്നുവെങ്കിലും ജാക്കിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: അവിടുത്തെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ ആര് വന്നില്ലെങ്കിലും എൻ്റെ ഒപ്പം നീ വരണം. നിന്നോളം ഞാൻ ആരെയും വിശ്വസിക്കുന്നില്ല. പക്ഷെ അന്ന് രാത്രിയിൽ ഹാരിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ആ നാട്ടിലേക്ക് പോയാൽ തൻ്റെ ജീവിതമാകെ മാറിമറിയും. ഒരുപക്ഷെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ പോലും കഴിഞ്ഞേക്കില്ല. എങ്ങനെയും യുദ്ധത്തിന് പോകാതിരിക്കാൻ ഒരു കാരണമാണ് അയാൾ തിരഞ്ഞത്. പക്ഷെ എത്ര ആലോചിച്ചിട്ടും അയാൾക്കത് കിട്ടിയില്ല. ഒടുവിൽ എന്തും വരട്ടെ എന്ന് കരുതി തൻ്റെ യൂണിഫോം എടുത്തണിഞ്ഞ അയാൾ രാവിലെ തന്നെ കേണലിനടുത്തേക്കെത്തി. ഞാൻ പട്ടാളത്തിൽ നിന്ന് രാജിവെക്കുകയാണെന്ന് അയാൾ കേണലിനെ അറിയിച്ചു. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. നീ നിന്റെ അച്ഛനോട് ഇക്കാര്യം സംസാരിച്ചിരുന്നോ എന്ന് കേണൽ ഹാരിയോട് ചോദിച്ചു. ഇത് പൂർണ്ണമായും എൻ്റെ തീരുമാനമാണെന്നാണ് ഹാരി മറുപടി പറഞ്ഞത്. യുദ്ധത്തിന് പുറപ്പെടും മുന്നേ തന്നെ എൻ്റെ സേനയിൽ നിന്നൊരു പട്ടാളക്കാരൻ ഒളിച്ചോടാൻ ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ കേണൽ പറഞ്ഞുവെങ്കിലും ഹാരി തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അതോടെ ഈ സേനാതാവളം വിട്ട് ഇറങ്ങിപ്പോവാനാണ് കേണൽ അയാളോട് പറഞ്ഞത്. വലിയൊരു അപമാനഭാരമാണ് താൻ തലയിലെടുത്ത് വെക്കുന്നത് എന്നറിയാമായിരുന്നുവെങ്കിലും യുദ്ധത്തിന് പോകുന്നതിലും ഭേദം അതാണ് എന്നുറപ്പിച്ച് തൻ്റെ പട്ടാള യൂണിഫോം ഉപേക്ഷിച്ച് ലഫ്റ്റനന്റ് ഹാരി ഫേവർഷാം ആ സൈനിക താവളം വിട്ടിറങ്ങി. പിന്നീട് അവിടേക്കെത്തിയ ജാക്കിനോടും ബാക്കിയുള്ളവരോടും ടോമാണ് ആ വാർത്ത പറഞ്ഞത്. ഹാരി പട്ടാളത്തിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു. തങ്ങളോടൊരു വാക്കുപോലും പറയാതെ അവനത് ചെയ്യുമെന്ന് അവർക്ക് വിശ്വസിക്കാനായില്ല. യുദ്ധത്തിന് തൊട്ടു മുൻപ് ഇങ്ങനെ പേടിച്ചോടണമെങ്കിൽ അവൻ എത്ര ഭീരുവാണ് എന്ന് ടോം പറഞ്ഞപ്പോൾ ജാക്ക് അയാളോട് ദേഷ്യപ്പെട്ടുവെങ്കിലും അയാൾ പറഞ്ഞത് സത്യമാണ് എന്ന് ജാക്കും തിരിച്ചറിഞ്ഞു. ഇത്രയും അടുത്ത സുഹൃത്തുക്കളായ തങ്ങളെ യുദ്ധത്തിന് പറഞ്ഞയച്ച് തങ്ങളെ ചതിച്ച് അവൻ രക്ഷപ്പെട്ടിരിക്കുന്നുവെന്ന് ടോം പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് ജാക്കിനും ബാക്കിയുള്ളവർക്കും തോന്നി. എങ്കിലും അവൻ അങ്ങനെ ഒളിച്ചോടില്ല എന്ന് പറഞ്ഞ് ജാക്ക് ആ മുറി വിട്ടിറങ്ങിപ്പോയി. ഇതേ സമയം ഹാരി എത്തിനെ കാണാനായി പുറപ്പെട്ടിരുന്നു. ഹാരിയെ കണ്ടപാട് സന്തോഷത്തോടെ വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയ എത്തിനയോട് താൻ പട്ടാളത്തിൽ നിന്ന് രാജിവെച്ചുവെന്ന് ഹാരി അറിയിച്ചു. ആദ്യം അത് തമാശയായി കരുതിയെങ്കിലും പിന്നീട് അത് സത്യമാണെന്ന് മനസ്സിലായപ്പോൾ എത്തിനയുടെ മുഖം മാറി. എന്തിനാണത് ചെയ്തത് എന്ന് അവൾ ഹാരിയോട് ചോദിച്ചു. അപ്പോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞ ശേഷം സുഡാനിലേക്ക് പോയാൽ 2-3 വർഷത്തിന് ശേഷമേ മടങ്ങി വരാനാവൂവെന്നും വിവാഹം അത്രയും നാൾ നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല എന്നുമാണ് ഹാരി കാരണം പറഞ്ഞത്. താൻ കാത്തിരിക്കുമായിരുന്നല്ലോ എന്നും അല്ലെങ്കിൽ ഒപ്പം വരുമായിരുന്നല്ലോ എന്നുമൊക്കെ എത്തിനെ പറഞ്ഞുവെങ്കിലും ഒടുവിൽ ഹാരിയുടെ തീരുമാനത്തോടൊപ്പം നിൽക്കാൻ തന്നെ അവൾ തീരുമാനിച്ചു. പക്ഷെ അപ്പോഴാണ് അവിടേക്ക് ഒരു പട്ടാളക്കാരൻ കടന്നു വരുന്നത്. നിങ്ങളുടെ സുഹൃത്തുക്കൾ നൽകിയതാണ് എന്ന് പറഞ്ഞ് അയാൾ ഹാരിയെ ഒരു കടലാസ് പെട്ടി ഏൽപ്പിച്ചു. അതിനുള്ളിലുണ്ടായിരുന്നത് 3 വെള്ളത്തൂവലുകളായിരുന്നു. ഭീരുത്വത്തിൻ്റെ അടയാളമായ വെള്ളത്തൂവലുകൾ. ജാക്ക് ഒഴികെ തൻ്റെ സുഹൃത്തുക്കൾ 3 അതയച്ചിരിക്കുന്നത്. എന്തിനാണ് അവർ അത് അയച്ചത് എന്ന് മനസ്സിലാവാതെ നമുക്കവരോട് ഇപ്പോൾ തന്നെ പോയി സംസാരിക്കാമെന്നും എനിക്ക് വേണ്ടിയാണ് നീ ജോലി ഉപേക്ഷിച്ചതെന്ന് ഞാൻ അവരോട് പറഞ്ഞുകൊള്ളാമെന്നും എത്തിനെ പറഞ്ഞപ്പോൾ ഇത് നിന്നെ സംബന്ധിക്കുന്നതല്ല എന്നാണ് ഹാരി പറഞ്ഞത്. എനിക്കൊരിക്കലും സൈന്യത്തിൽ ചേരാൻ ആഗ്രഹമില്ലായിരുന്നു. അച്ഛനു വേണ്ടിയാണ് ഞാൻ പട്ടാളത്തിൽ ചേർന്നത്. ഇപ്പോഴിതാ ഏതോ ഒരു മരുഭൂമിയിലേക്ക് പോയി കലാപകാരികളുമായി യുദ്ധം ചെയ്യാൻ പറയുന്നു. എനിക്കതിന് കഴിയില്ല എന്ന് ഹാരി പറഞ്ഞപ്പോൾ നീ ഇപ്പോഴാണോ ഇതെന്നോട് പറയുന്നത് എന്നാണ് എത്തിനെ ചോദിച്ചത്. ഹാരി പട്ടാളത്തിൽ നിന്ന് ഭയന്ന് രാജിവെച്ചതിനേക്കാൾ അവളെ സങ്കടപ്പെടുത്തിയത് അവൻ തനിക്ക് വേണ്ടിയാണ് അത് ചെയ്തത് എന്ന് തന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതിലായിരുന്നു. പക്ഷെ അപ്പോഴും അവൾ അവനോട് പറഞ്ഞത് എനിക്ക് വേണ്ടിയാണ് നീ ഇത് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുകൊള്ളാമെന്നും നീ വീണ്ടും പട്ടാളത്തിൽ ചേരാനുമാണ്. പക്ഷെ അപ്പോഴും ഹാരി അതിന് തയ്യാറായില്ല. അതോടെ എത്തിനെയും അയാളോട് പറഞ്ഞു, നീ ശരിക്കും ഒരു ഭീരു തന്നെയാണ്. എത്തിനയുടെ ആ വാക്കുകളായിരുന്നു ഹാരിക്ക് കിട്ടിയ 4ാമത്തെ തൂവൽ. ആ തൂവലുകളും എത്തിനയുടെ വാക്കുകളും ഉറക്കം കെടുത്തിയപ്പോൾ താൻ ശരിക്കും ഒരു ഭീരുവാണോ എന്ന് സംശയിച്ചു തുടങ്ങിയപ്പോൾ യുദ്ധത്തിന് പോകാൻ തന്നെ അയാൾ തീരുമാനിച്ചു. പിറ്റേന്ന് സുഡാനിലേക്ക് പോകുന്ന സൈനികർക്കുള്ള യാത്രയപ്പിനിടയിലേക്ക് ചെന്ന് അച്ഛനെ കണ്ട് തനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് ഹാരി അയാളെ അറിയിച്ചു. അപ്പോൾ എനിക്ക് നിന്നെ അറിയില്ല എന്നാണ് ജനറൽ ഫേവർഷാം അയാളോട് പറഞ്ഞത്. ഹാരിയെ കേൾക്കാതെ ജനറൽ അവിടെ നിന്ന് മടങ്ങി. പിന്നെയും ആഴ്ചകൾ ഒരുപാട് കടന്നുപോയി. സുഡാനിൽ കൊല്ലപ്പെടുന്ന പട്ടാളക്കാരുടെ പേരുകൾ ഇംഗ്ലണ്ടിലേക്ക് വന്നു തുടങ്ങി.
അക്കൂട്ടത്തിൽ തൻ്റെ സുഹൃത്തുക്കളുടെ പേരുകൾ ഉണ്ടോ എന്ന് ഹാരി തിരഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ ഈ സമയം ജാക്കും സുഹൃത്തുക്കളും സുഡാനിൽ സുരക്ഷിതരായിരുന്നു. തങ്ങളെ കൊല്ലാൻ കാത്തിരിക്കുന്ന സുഡാനി ഗ്രാമങ്ങളിലൂടെയും മരുഭൂമികളിലൂടെയും അവർ സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ഗ്രാമത്തിലെത്തിയപ്പോഴാണ് അവർക്ക് നേരെ ആദ്യത്തെ ആക്രമണമുണ്ടായത്. പെട്ടെന്ന് തന്നെ അവർ ആക്രമകാരിയെ പിന്തുടർന്ന് ചെന്ന് അയാൾക്ക് ചുറ്റും വളഞ്ഞു. തോക്ക് താഴെയിടാൻ ജാക്ക് അയാളോട് ആവശ്യപ്പെട്ടുവെങ്കിലും അയാളത് ചെയ്തില്ല. പകരം അയാൾ തൻ്റെ തോക്ക് ലോഡ് ചെയ്യുകയാണ് ചെയ്തത്. ഒടുവിൽ അയാൾ തൻ്റെ തോക്ക് തങ്ങൾക്ക് നേരെ ഉയർത്തിയതും ജാക്ക് അയാളെ വെടിവെച്ചിട്ടു. ഇതേ സമയം തന്നെ ഇംഗ്ലണ്ടിൽ ഹാരി ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു. താൻ തൻ്റെ സുഹൃത്തുക്കളെ ചതിച്ചു എന്നതിലുള്ള കുറ്റബോധവും ഭീരുവെന്ന കളിയാക്കലുകളുടെ അപമാനവും അയാൾക്ക് സമാധാനം നൽകിയില്ല. ഹാരി ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞത് തൻ്റെ അച്ഛൻ്റെ സുഹൃത്തായ കേണൽ സച്ചിനോടാണ്. ശേഷം ആ 4 തൂവലുകൾ ഹാരി അയാളെ കാണിച്ചപ്പോൾ 4ാമത്തെ തൂവൽ ആരാണ് തന്നത് എന്ന് സച്ചി ചോദിച്ചു. 4ാമത്തെ തൂവൽ ഹാരിക്ക് കൊടുത്തത് എത്തിനെയായിരുന്നു. സച്ചി കാര്യങ്ങളെല്ലാം എത്തിനയോട് പറഞ്ഞ് ശേഷം അവൾ ഹാരിയെ കാണാൻ എത്തുമ്പോഴേക്കും ഹാരി സുഡാനിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു. നിന്റെ വിശ്വാസത്തിനും സ്നേഹത്തിനും ഞാൻ അർഹനല്ല. പക്ഷേ എൻ്റെ ഭീരുത്വം കൊണ്ട് ഞാൻ നിനക്ക് വരുത്തിവെച്ച അപമാനം ഞാൻ മനസ്സിലാക്കുന്നു. ഞാനൊരു ഭീരുവല്ല എന്ന് തെളിയിക്കാനാണ് ഈ യാത്ര എന്നൊരു കത്തും എഴുതി ഹാരി എത്തിനേക്കായി അവിടെ വെച്ചിരുന്നു. സുഡാനിലേക്ക് എത്തിയ ഉടനെ ഹാരി പോകുന്നത് ഒരു അറബ് വ്യാപാരിക്കടുത്തേക്കാണ്. കാരണം ആ മരുഭൂമി താണ്ടി കോർട്ടയിലെ ബ്രിട്ടീഷ് ക്യാമ്പിലേക്ക് എത്താൻ അയാൾക്ക് അവിടെയുള്ള ഒരാളുടെ സഹായം കൂടിയേ തീരുമാനിച്ചുള്ളൂ. ഹാരിയുടെ കയ്യിൽ പണമുണ്ട് എന്ന് കണ്ടപ്പോൾ പട്ടാളക്കാർക്കുള്ള വേശികളെയുമായി താൻ 2 ദിവസത്തിനകം കോർട്ടയിലേക്ക് പോകുന്നുണ്ട് എന്നും തനിക്കൊപ്പം വന്നുകൊള്ളാനും വ്യാപാരി ഹാരിയോട് പറഞ്ഞു. മഹദിയുടെ ആളുകളെ കണ്ടാൽ അവരോട് സംസാരിക്കരുത് എന്നും നിങ്ങളൊരു ഇംഗ്ലീഷുകാരനാണെന്നറിഞ്ഞാൽ നിങ്ങളെയും എന്നെയും അവർ കൊല്ലുമെന്നൊരു മുന്നറിയിപ്പും അയാൾ ഹാരിക്ക് നൽകി. ഇതേ സമയം തന്നെ ജാക്കിനെ കേണൽ തൻ്റെ അരികിലേക്ക് വിളിപ്പിച്ചു. മഹദിയുടെ കോട്ടയെ ആക്രമിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നും അതിനായി പാർലമെന്റിന്റെ അനുമതി തേടാനും പൊതുജനാഭിപ്രായം ആരായാനുമായി ജാക്ക് ഉടൻ തന്നെ ഇംഗ്ലണ്ടിലേക്ക് പുറപ്പെടണമെന്നാണ് കേണൽ അയാളെ അറിയിച്ചത്. മറ്റൊരിടത്താകട്ടെ ഹാരി വ്യാപാരിക്കൊപ്പം മരുഭൂമിയിലേക്ക് യാത്ര തിരിച്ചിരുന്നു. വ്യാപാരിക്കൊപ്പം സോദി എന്നൊരു സുഡാനി പുരുഷനും 3 വേശികളും ഉണ്ടായിരുന്നു. യാത്രക്കിടയ്ക്ക് പലപ്പോഴും വ്യാപാരി അവരെ വഴക്കിടുകയും തല്ലാൻ ഒങ്ങുകയുമൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സ്ത്രീകൾ ഇവിടുത്തെ ഗോത്രങ്ങളിലെ രാജകുമാരിമാരാണ്. ബ്രിട്ടീഷ് പട്ടാളക്കാർ ഇവർക്ക് മണിക്കൂറിന് 3 ദിർഹം വെച്ച് നൽകും. അതുകൊണ്ടാണ് അവർ തൻ്റെ ഒപ്പം വരുന്നത് എന്ന് വ്യാപാരി ഹാരിയോട് പറഞ്ഞു. പക്ഷെ അപ്പോഴും ഹാരി ആശങ്കപ്പെട്ടത് തങ്ങൾ പോകുന്ന പാത മഹദിയുടെ നിയന്ത്രണത്തിലുള്ളതാണോ എന്നാണ്. ഈ പാതയും ഇനി അങ്ങോട്ടുള്ള മരുഭൂമി മുഴുവനും മഹദിയുടേതാണ് എന്നാണ് വ്യാപാരി പറഞ്ഞത്. ഇതിനിടയിൽ സാധ്യ വ്യാപാരിക്ക് കുടിക്കാൻ കൊടുത്ത വെള്ളം അയാൾ പാഴാക്കുന്നത് കണ്ട് ആ സ്ത്രീകളുടെ ഒരുവൾ എന്തോ പിറുപിറുത്തു. അത് കേട്ട് ദേഷ്യം വന്ന വ്യാപാരി ആ വെള്ളം സോധിയുടെ മുഖത്ത് തുപ്പുകയാണ് ചെയ്തത്. അപ്പോൾ ആ സ്ത്രീ അവരുടെ ഭാഷയിൽ മറ്റെന്തോ കൂടി പറഞ്ഞതോടെ വ്യാപാരി ഒരു വടിയെടുത്ത് ആ സ്ത്രീയെ തല്ലാൻ ആരംഭിച്ചു. നിനക്കെൻ്റെ മര്യാദകൾ ഇഷ്ടപ്പെടുന്നില്ലല്ലേ വേശ്യ എന്ന് പറഞ്ഞ് അയാൾ അവരെ ഒരുപാട് തല്ലിയപ്പോൾ ആ വടിയിൽ കയറി പിടിച്ച അയാളെ തടഞ്ഞത് ഹാരിയാണ്. അവരൊരു സ്ത്രീയല്ലേ, അവരെ വെറുതെ വിട്ടേക്കുമെന്ന് ഹാരി പറഞ്ഞപ്പോൾ വ്യാപാരി തൽക്കാലത്തേക്ക് നടങ്ങി. അന്ന് രാത്രിയിൽ വിശ്രമിക്കുമ്പോൾ നിങ്ങൾ അവളെ രക്ഷിച്ചതിൽ അവൾക്ക് നിങ്ങളോട് നന്ദി ഉണ്ടാകുമെന്നാണോ നിങ്ങൾ കരുതിയത് എന്ന് വ്യാപാരി ഹാരിയോട് ചോദിച്ചു. ഇവർ കൊച്ചു കുട്ടികളെ പോലെയാണ്. ഇവർക്കാരോടും നന്ദിയോ കടപ്പാടോ വിധേയത്വമോ ഇല്ല. ഇത് പറഞ്ഞയാൾ ആ സ്ത്രീയെ വിളിച്ച് ഒരു നാണയം അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു. ഇത് മാത്രമാണ് ഇവർക്ക് വേണ്ടത് എന്നാണ് വ്യാപാരി പറഞ്ഞത്. അങ്ങനെ അന്ന് രാത്രിയിൽ ഉറങ്ങാൻ കിടന്ന് ഞെട്ടിയുണർന്ന ഹാരി കാണുന്നത് ആ നാണയം വ്യാപാരിയുടെ തലക്കൽ കൊണ്ടുവച്ച് കല്ലെടുത്ത് അയാളുടെ തലക്കടിക്കുന്ന ആ സ്ത്രീയെയാണ്. ഉടൻ തന്നെ സോദി ഹാരിയുടെയും തലക്കടിച്ചുവെങ്കിലും ആ സ്ത്രീ അത് തടഞ്ഞു. അയാളെ വെറുതെ വിട്ടേക്കുമെന്നായിരിക്കണം ആ സ്ത്രീ പറഞ്ഞത്. തന്നെ രക്ഷിച്ചതിന് പകരമായി ഹാരിയെ വെറുതെ വിട്ട് ആ സ്ത്രീയും സംഘവും മരുഭൂമിയിലൂടെ വീണ്ടും യാത്ര തുടർന്നു. അല്പം വെള്ളം ഹാരിക്കടുത്തേക്ക് വെച്ചിട്ട് കൂടിയാണ് അവർ പോയത്. കുറച്ചു സമയത്തിന് ശേഷം ബോധം തിരിച്ചു കിട്ടിയ ഹാരി ഒട്ടകപ്പുറത്തേറി വേഗം തന്നെ മുന്നോട്ട് പോയി. ദിക്കറിയാതെ വഴിയറിയാതെ അയാൾ ആ മരുഭൂമിയിലൂടെ എങ്ങോട്ടെന്നില്ലാതെ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അയാളുടെ കയ്യിൽ അവശേഷിച്ചിരുന്ന വെള്ളവും തീർന്നു. ഒടുവിൽ കത്തുന്ന സൂര്യന്റെ ചൂടേറ്റ് വാടിയയാൾ ആ മരുഭൂമിയിൽ വീണു. ഇനി വെള്ളം കുടിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി
അയാൾ ആ ഒട്ടകത്തിനു മേൽ കത്തികൊണ്ട് മുറിവേൽപ്പിച്ച് അതിൻ്റെ ചോര നുണഞ്ഞു. പക്ഷേ ദേഹം വേദനിച്ചപ്പോൾ ആ ഒട്ടകവും അയാളെ ഉപേക്ഷിച്ച് എവിടേക്കോ പോയി. തണുത്തുറഞ്ഞൊരു രാത്രിയും ചുട്ടുപൊള്ളുന്നൊരു പകലും എഴുന്നേൽക്കാൻ പോലും കഴിയാതെ അയാൾ ആ മണലിൽ അതേ കിടപ്പ് കിടന്നു. ഈ സമയമായപ്പോഴേക്കും അയാളുടെ ബോധം നഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ ഇതെല്ലാം ദൂരെ നിന്നൊരു മനുഷ്യൻ കാണുന്നുണ്ടായിരുന്നു. അയാൾ പതിയെ നടന്ന് ഹാരിക്കടുത്തേക്ക് ചെന്നു. അയാൾ ഹാരിയെ ചുമന്ന് അടുത്തുള്ളൊരു ഗ്രാമത്തിലേക്ക് എത്തിച്ചു. ബോധം തിരിച്ചു കിട്ടിയപ്പോൾ താൻ എവിടെയാണെന്ന് മനസ്സിലായില്ലെങ്കിലും ഹാരി ആദ്യം തിരഞ്ഞത് ആ തൂവലുകളായിരുന്നു. അപ്പോൾ കുറച്ചകലെ നിന്നായി ബ്രിട്ടീഷ് പട്ടാളക്കാർ മാർച്ച് ചെയ്യുന്ന ശബ്ദം അയാൾക്ക് കേൾക്കാമായിരുന്നു. ഹാരി അപ്പോൾ കോർട്ടിയിലേക്ക് എത്തിയിരുന്നു. പക്ഷെ അപ്പോഴും ഹാരിക്ക് തൻ്റെ സുഹൃത്തുക്കൾക്കടുത്തേക്ക് പോവാൻ മനസ്സ് വന്നില്ല. അവർ തന്നോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് ഭയന്ന് ഹാരി കുറച്ച് ദിവസങ്ങൾ കൂടി ആ ഗ്രാമീണർക്കൊപ്പം ചെലവഴിച്ചു. പിന്നെയും ആഴ്ചകൾ ഒരുപാട് കടന്നുപോയി. ഈ സമയമായപ്പോഴേക്കും ജാക്ക് ഇംഗ്ലണ്ടിലേക്ക് എത്തിയിരുന്നു. തന്നെ ഏൽപ്പിച്ച ചുമതലകളെല്ലാം നിറവേറ്റിയ ശേഷം അയാൾ എത്തിനേക്കടുത്തേക്കെത്തി. ഹാരിയെക്കുറിച്ച് തന്നെയാണ് ഇരുവരും സംസാരിച്ചത്. ഇവിടെ നിന്ന് പുറപ്പെട്ട് ഇത്ര മാസമായിട്ടും ഹാരി എവിടേക്ക് എത്തിയിട്ടില്ല എന്ന് ജാക്ക് അവളെ അറിയിച്ചു. ഹാരിയുടെ ആ തീരുമാനം ഭീരുത്വമാണെന്ന് ഞാൻ പറഞ്ഞു എന്നത് നേരാണ്. പക്ഷെ അവനിങ്ങനെ എടുത്തു ചാടുമെന്ന് ഞാൻ കരുതിയില്ല. ഇപ്പോഴും അവൻ അവിടേക്ക് എത്തിയിട്ടില്ലെങ്കിൽ പിന്നെ എവിടെ പോയിട്ടുണ്ടാകുമെന്നാണ് എത്തിനെ ആശങ്കപ്പെട്ടത്. എന്തായാലും ഞാൻ തിരികെ സുഡാനിലേക്ക് പോയി കാര്യങ്ങൾ നിനക്ക് എഴുതാമെന്ന് പറഞ്ഞ് ജാക്ക് അവിടെ നിന്ന് മടങ്ങി. ജാക്ക് സുഡാനിലേക്ക് തിരികെ എത്തിയിട്ടും ഹാരി പട്ടാളക്കാർക്കടുത്തേക്ക് ചെന്നിരുന്നില്ല. അവർ തന്നോട് എങ്ങനെ പ്രതികരിക്കുമെന്നും അവർ തന്നെ ആട്ടി അകറ്റുമോ എന്നും അവൻ ഭയപ്പെട്ടു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഇംഗ്ലീഷ് പട്ടാളത്തിന് തൊഴിലാളികളെ ആവശ്യമുണ്ട് എന്നറിഞ്ഞ് അവിടേക്ക് പോവാൻ തന്നെ ഹാരി തീരുമാനിച്ചു. താടിയും മുടിയുമൊക്കെ വളർത്തി മറ്റൊരു രൂപമായി കഴിഞ്ഞിരുന്ന ആ മനുഷ്യൻ തങ്ങളിലൊരാളാണ് എന്ന് തിരിച്ചറിയാതെ ഇംഗ്ലീഷ് പട്ടാളം അയാളെ ചുമടുകൾ എടുക്കാനും പീരങ്കി വലിക്കാനുമുള്ള ജോലിക്കായി തിരഞ്ഞെടുത്തു. ഹാരിക്കൊപ്പം മറ്റൊരാൾ കൂടി ആ ജോലിക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അതന്ന് ഹാരിയെ ആ മരുഭൂമിയിൽ നിന്ന് രക്ഷിച്ച അബു ഫത്മ എന്ന മനുഷ്യനായിരുന്നു. അങ്ങനെ ക്യാമ്പിലെ വിവിധ ജോലികളിൽ ഏർപ്പെട്ടിരുന്ന ഹാരിയെ അയാളുടെ സുഹൃത്തുക്കളോ മറ്റു പട്ടാളക്കാരോ തിരിച്ചറിഞ്ഞതേയില്ല. ഇതേ സമയം തന്നെ എത്തിനെയും ജാക്കും പരസ്പരം കത്തുകൾ എഴുതാൻ ആരംഭിച്ചിരുന്നു. എത്തിനെ തങ്ങൾ മൂവരുടെയും കുട്ടിക്കാലത്തെക്കുറിച്ചും തെറ്റിപ്പോയ തീരുമാനങ്ങളെക്കുറിച്ചും നിരാശകളെക്കുറിച്ചുമാണ് ജാക്കിന് എഴുതിയത്. അപ്പോഴും അതിലെല്ലാം ഹാരിയെക്കുറിച്ച് അവൾ സംസാരിക്കുന്നുണ്ട് എന്നത് അയാളെ അലോസരപ്പെടുത്താതിരുന്നില്ല. കത്തുകളെല്ലാം അവസാനിച്ചിരുന്നതാകട്ടെ നിന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എത്തിനെ എന്നായിരുന്നു. എന്നാൽ അപ്പോഴും ഹാരി തൻ്റെ സുഹൃത്തുക്കൾക്കടുത്തേക്ക് പോവാൻ തയ്യാറായിരുന്നില്ല. അയാൾ അവരെയെല്ലാം നിരീക്ഷിച്ചുകൊണ്ടും തൻ്റെ അവിടുത്തെ ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടുമിരുന്നു. അങ്ങനെ ഒരിക്കൽ ഹാരി ഉൾപ്പെടെ ആ തൊഴിലാളികളെല്ലാം ചേർന്ന് വലിയ പീരങ്കികൾ മലമുകളിലേക്ക് വലിച്ചുകൊണ്ടു പോകുന്നതിനിടയ്ക്കാണ് ഒരു ഈജിപ്ഷ്യൻ പട്ടാളക്കാരൻ അബുവിനെ തല്ലാൻ തുടങ്ങുന്നത്. അയാളും അബുവുമായി മുൻപും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനു പകരം അയാൾ അബുവിനെ ചാട്ട കൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം താൻ പ്രതികാരം വീട്ടുമെന്ന് അബു അപ്പോഴേ മനസ്സിലുറപ്പിച്ചിരുന്നു. അങ്ങനെ ഒരിക്കൽ രാത്രി ജോലിയെല്ലാം കഴിഞ്ഞ് വിശ്രമിക്കുമ്പോഴാണ് ഒരു സുഡാനി വന്ന് ഹാരിയോട് സംസാരിക്കുന്നത്. ഭാഷയറിയില്ലെങ്കിലും അയാളുടെ സംസാരത്തിൽ ഒരു ഭീഷണിയുണ്ട് എന്ന് ഹാരിക്ക് മനസ്സിലായി. ഇത് കേട്ട് അബു അവിടേക്ക് വന്നതോടെ ആ മനുഷ്യൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. എൻ്റെ പേര് അബു ഫത്മ എന്നാണെന്ന് അയാൾ ഇംഗ്ലീഷിൽ ഹാരിയോട് പറഞ്ഞു. ഹാരി എപ്പോഴും ഇംഗ്ലീഷ് അറിയാത്തതുപോലെയാണ് ഭാവിച്ചത് എങ്കിലും അബു തുടർന്നു. ഈ ക്യാമ്പിലുള്ള വലിയൊരു ശതമാനം മഹ്ദിയുടെ ആളുകളാണ്. നിങ്ങളൊരു ഇംഗ്ലീഷ് പട്ടാളക്കാരനാണെന്ന് മനസ്സിലാക്കിയാൽ അവർ തീർച്ചയായും നിങ്ങളെ വകവരുത്തും. അബു ഇത് പറഞ്ഞതോടെ താനൊരു ഇംഗ്ലീഷുകാരനാണ് എന്നത് ഹാരി നിരസിച്ചില്ല. പകരം നിങ്ങൾ എന്തിനാണ് എനിക്ക് ഈ മുന്നറിയിപ്പ് നൽകിയത് എന്നാണ് അയാൾ ചോദിച്ചത്. ഹാരിയുടെ ചോദ്യത്തിന് മറുപടി പറയാതെ എഴുന്നേറ്റ് പോകുന്ന അബുവിൻ്റെ തലയിലെ തൂവൽ കണ്ട് ഇതെന്തിനാണ് എന്ന് ഹാരി അന്വേഷിച്ചു. തൂവലുകൾ അബുവിൻ്റെ സംസ്കാരത്തിൽ ധീരതയുടെ അടയാളമായിരുന്നു. ആദ്യമായി ഒരുവനെ കൊല്ലുന്നവന് ഒരു തൂവൽ സമ്മാനമായി ലഭിക്കും. 5 പേരെ കൊന്ന ധീരനാണെങ്കിൽ ഒട്ടകത്തിൻ്റെ എല്ലുകൊണ്ടുണ്ടാക്കിയ കൈവള ധരിക്കാം. 10 പേരെ കൊന്നവന് മുത്തുകുരുത്തുണ്ടാക്കിയ വലിയ മാല ധരിക്കാം. വൈകാതെ ഞാനിത് അണിയുമെന്ന് അബു ഹാരിയോട് പറഞ്ഞു. ഞാനൊരു നല്ല സൈനികനാണ്, ഞാൻ നിങ്ങളെ സംരക്ഷിച്ചു കൊള്ളാമെന്നും അയാൾ പറഞ്ഞപ്പോൾ അയാൾ വെറുതെ പറയുന്നതാണ് എന്നാണ് ഹാരി കരുതിയത്. പക്ഷേ പിറ്റേന്ന് രാവിലെ ഹാരി കണ്ടത് അബുവിനെ തല്ലിയ പട്ടാളക്കാരൻ
ക്യാമ്പിൽ മരിച്ചു കിടക്കുന്നതാണ്. കുറച്ചകലെ ആ കുന്നിൻ മുകളിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് അബു നിൽപ്പുണ്ടായിരുന്നു. അയാളപ്പോ ആ മാലയും ധരിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ പറഞ്ഞതെല്ലാം സത്യമാണ് എന്ന് ഹാരി തിരിച്ചറിഞ്ഞു. പിന്നീടും അയാൾ ഹാരിയോട് ചോദിക്കുന്നുണ്ട്, ഒരു ഇംഗ്ലീഷുകാരൻ എന്തിനാണ് നിങ്ങളുടെ സ്വന്തം പട്ടാളക്കാരിൽ നിന്ന് ഒളിക്കുന്നത്? അപ്പോൾ താനൊരു ചാരനല്ല എന്ന് മാത്രമാണ് ഹാരി മറുപടി പറഞ്ഞത്. അങ്ങനെ പിന്നെയും മാസങ്ങളേറെ കടന്നുപോയി. ഇംഗ്ലീഷ് പട്ടാളം പലയിടങ്ങളിലേക്കും തങ്ങളുടെ താവളം മാറ്റിക്കൊണ്ടേയിരുന്നു. അപ്പോഴെല്ലാം ആ തൊഴിലാളികൾക്കൊപ്പം ഹാരിയും അവരെ പിന്തുടർന്നു. ഈ സമയത്തും ജാക്കും എത്തിനിയും നിരന്തരം കത്തുകൾ അയക്കാറുണ്ടായിരുന്നു. ജാക്ക് എപ്പോഴും ഈ കത്തുകൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് ടോമും സംഘവും ആരാണ് ആ സുന്ദരി എന്ന് അയാളോട് ചോദിക്കുന്നുണ്ട്. എത്തിനെയാണിത്? ഞാനവളോട് വിവാഹാഭ്യർത്ഥന നടത്താൻ പോവുകയാണെന്ന് ജാക്ക് പറഞ്ഞപ്പോൾ ഒരു നിമിഷത്തേക്ക് അവരുടെ എല്ലാം മുഖം മാറി. എത്തിനെ എപ്പോഴും ജാക്കിനോട് പ്രണയമുണ്ടെന്നോ അയാളെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്നോ പറഞ്ഞിരുന്നില്ല. അപ്പോഴും അവൾ പ്രിയപ്പെട്ട സുഹൃത്ത് എന്ന് തന്നെയാണ് അയാളെ വിളിച്ചിരുന്നത്. പക്ഷേ അവൾ ഹാരിയെക്കുറിച്ച് എഴുതുന്നത് കുറച്ചതായി ജാക്ക് ശ്രദ്ധിച്ചിരുന്നു. അല്പസമയത്തെ മൗനത്തിന് ശേഷം വില്യമും ടോമും ജാക്കിനെ ആശംസിച്ചു. അപ്പോഴും തെല്ലൊരു മടിയോടെയാണ് എഡ്വേർഡ് അയാളെ പ്രശംസിച്ചത്. ഹാരി ഇനി മടങ്ങി വരില്ല എന്നിവരെല്ലാം ഉറപ്പിച്ചു എന്ന് തന്നെയായിരുന്നു അയാളുടെ സംശയത്തിന് പിന്നിൽ. ഇതേ സമയം ഹാരിയെ കൂടാരങ്ങൾക്ക് പുറത്ത് തൊഴിലാളികൾക്കൊപ്പം ജോലി ചെയ്യുന്നുണ്ടായിരുന്നുവെന്ന് അവരാരും തിരിച്ചറിഞ്ഞില്ല. അതിനിടയിലാണ് തന്നെ ഭീഷണിപ്പെടുത്തിയ ആ മനുഷ്യനും അയാളുടെ കൂട്ടാളികളും ഒട്ടകപ്പുറത്തേറി വേഗം എവിടേക്ക് പോകുന്നത് ഹാരി കണ്ടത്. അബു പറഞ്ഞതുപോലെ അവർ മഹദിയുടെ ചാരന്മാരാണെങ്കിൽ തീർച്ചയായും അവർ അയാൾക്കടുത്തേക്ക് തന്നെയാവും പോവുക എന്ന് മനസ്സിലാക്കി ഹാരിയും ഒപ്പം അബുവും അവർക്കു പിന്നാലെ ഒട്ടകപ്പുറത്ത് കയറി പായുമ്പോഴാണ് തൊഴിലാളികൾ രക്ഷപ്പെടുകയാണെന്നൊരു ഈജിപ്ഷ്യൻ പട്ടാളക്കാരൻ എഡ്വേർഡിനോട് പറയുന്നത്. എഡ്വേർഡ് ഉടൻ തന്നെ അവിടേക്കെത്തി രക്ഷപ്പെടുന്നവർക്ക് നേരെ വെടിവെക്കാൻ തുടങ്ങുമ്പോഴാണ് ഒട്ടകപ്പുറത്തേറി പായുന്ന ആ മനുഷ്യന് ഹാരിയുടെ ഛായയുണ്ട് എന്ന് അയാൾ തിരിച്ചറിഞ്ഞത്. അതോടെ എഡ്വേർഡ് അയാൾക്ക് നേരെ വെടിവെച്ചില്ല. ചാരന്മാർക്ക് പിന്നാലെ ഒരുപാട് ദൂരം പോയ ഹാരിയും അബുവും അവർ രാത്രി വിശ്രമിക്കുന്ന താഴ്വരയ്ക്ക് മുകളിലായി പതുങ്ങിയിരുന്നു. അപ്പോഴും അബു അവരോട് ചോദിച്ചു, നിങ്ങളൊരു ചാരനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങളിതൊക്കെ ചെയ്യുന്നത്? കഴിയുമെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളെ സഹായിക്കാനാണ് എന്നാണ് ഹാരി മറുപടി പറഞ്ഞത്. അന്ന് രാത്രിയിലാണ് താൻ ഇവിടെ എത്തിപ്പെടാനുണ്ടായ സാഹചര്യങ്ങൾ ഹാരി അബുവിനോട് പറഞ്ഞത്. നിങ്ങൾ എന്തിനാണ് പട്ടാളത്തിൽ നൊളിച്ചോടിയത് എന്ന് അബു ചോദിച്ചപ്പോൾ ഒരുപാട് ഉത്തരങ്ങൾ മനസ്സിലേക്ക് വന്നുവെങ്കിലും ഹാരി സത്യം തന്നെയാണ് പറഞ്ഞത്. എനിക്ക് ഭയമായിരുന്നു. നിങ്ങൾ ആ മരുഭൂമി ഒറ്റയ്ക്ക് കടക്കാൻ ശ്രമിച്ചവനാണ്. ഞാൻ കണ്ടെത്തുമ്പോൾ നിങ്ങൾക്ക് പാതി ജീവനേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും നിങ്ങളൊരു ഭീരുവാണെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് അബു ഹാരിയോട് ചോദിച്ചു. അപ്പോഴും അബു തന്നെ സംരക്ഷിക്കുന്നത് എന്തിനാണെന്നതിലായിരുന്നു ഹാരിക്ക് അത്ഭുതം. ദൈവം നിങ്ങളെ എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. ഞാൻ നിങ്ങളെ സംരക്ഷിക്കണമെന്നതിനാലായിരിക്കണം അദ്ദേഹം അത് ചെയ്തത് എന്നാണ് അബു പറഞ്ഞത്. പിന്നീടും അങ്ങോട്ടുള്ള യാത്രയിലുടനീളം ഹാരിയെ സംരക്ഷിച്ച അബു ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. ഒരു രാത്രിയും പകലും അവരാ ചാരന്മാരെ പിന്തുടർന്നു. അങ്ങനെ ഒടുവിൽ ആ ചാരന്മാർ പോകുന്നത് അബൂക്ലി കോട്ടയിലേക്കാണ്. അതിപ്പോൾ ബ്രിട്ടീഷുകാരുടെ അധീനതയിലുള്ള കോട്ടയാണെന്ന് അബു പറഞ്ഞപ്പോൾ മഹദിയുടെ ചാരന്മാർ എന്തിനാണ് ബ്രിട്ടീഷ് കോട്ടയിലേക്ക് പോകുന്നത് എന്നാണ് ഹാരി സംശയിച്ചത്. അതെന്തിനാണെന്നറിയാൻ ഇരുവരും ചാരന്മാരെ പിന്തുടർന്ന് കോട്ടയ്ക്കടുത്തേക്ക് ചെന്നു. കോട്ടയ്ക്ക് മുകളിൽ ഇംഗ്ലീഷ് പട്ടാളക്കാർ കാവലുണ്ട് എന്ന് ആശ്വസിച്ച് കോട്ടയ്ക്കുള്ളിലേക്ക് കയറുന്ന തൊഴിലാളികൾക്കും അടിമകൾക്കുമൊപ്പം ഹാരിയും അബുവും മഹദിയുടെ കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചു. പക്ഷേ ആ കോട്ടവാതിൽ അടഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവരത് തിരിച്ചറിഞ്ഞത്. കോട്ടയ്ക്കുള്ളിൽ ഇംഗ്ലീഷ് പട്ടാളക്കാരെ തൂക്കിലേറ്റിയിരിക്കുന്നു. ഇംഗ്ലീഷ് പട്ടാളക്കാരുടെ വേഷമണിഞ്ഞ് അവിടെ നിന്നതെല്ലാം മഹദിയുടെ ആളുകളായിരുന്നു. മഹദിയുടെ ആളുകൾ കോട്ട പിടിച്ചെടുത്തിരുന്നു. ഈ വിവരം അറിയാതെയാണ് ജാക്കും ഇംഗ്ലീഷ് പട്ടാളവും ഇവിടേക്ക് വരാൻ തയ്യാറാവുന്നത്. അവരിവിടേക്ക് എത്തിയാൽ അവർ തീർച്ചയായും പരാജയപ്പെടുമെന്ന് ഹാരിക്ക് ഉറപ്പായിരുന്നു. ഹാരി ഇക്കാര്യങ്ങളെല്ലാം ആലോചിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്നൊരു മഹദി പോരാളി വന്ന് ഹാരിയെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോകാൻ തുടങ്ങുന്നത്. ഉടൻ തന്നെ ഈ വിവരം തൻ്റെ സുഹൃത്തുക്കളെ അറിയിക്കണമെന്ന് അബുവിനോട് പറഞ്ഞ് ഹാരി ആ പോരാളിക്കൊപ്പം കോട്ടയ്ക്കുള്ളിലേക്ക് പോയി. ഹാരിയെ ഭീഷണിപ്പെടുത്തിയ മനുഷ്യന്റെ ഒപ്പമുള്ള ആളായിരുന്നു അയാളെ കോട്ടയ്ക്കുള്ളിലേക്ക് പിടിച്ചുകൊണ്ടുപോയത്. കോട്ടയ്ക്കുള്ളിൽ ഹാരി കണ്ടത് കൊല്ലപ്പെട്ട് കിടക്കുന്ന ഇംഗ്ലീഷ് പട്ടാളക്കാരെയും അവരുടെ യൂണിഫോം എടുത്തണിയുന്ന മഹദിയുടെ ആളുകളെയുമാണ്. അവരെന്തിനോ തയ്യാറെടുക്കുകയാണ് എന്ന് ഹാരിക്ക് മനസ്സിലായി.
ശേഷം അവരിലൊരുവൻ ഹാരിക്കും ഒരു യൂണിഫോം നൽകി അത് ധരിക്കാൻ ആവശ്യപ്പെട്ടു. ഇതേ സമയം ഇക്കാര്യങ്ങളൊന്നും അറിയാതെ അബു ഗ്ലൈബ് കോട്ടയിലേക്ക് ഇംഗ്ലീഷ് പട്ടാളവും ഈജിപ്ഷ്യൻ പട്ടാളവും പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു. പട്ടാളം അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയ്ക്കാണ് മരുഭൂമിക്ക് നടുവിലായി ഒരുപാട് മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുന്നത് അവർ കണ്ടത്. നായ്ക്കൾ കടിച്ചു വലിക്കുന്ന മൃതദേഹങ്ങൾ ഇംഗ്ലീഷ് പട്ടാളക്കാരുടേതാണെന്ന് മനസ്സിലാക്കി വില്യം അവിടേക്ക് ഓടിച്ചെന്ന് വെടിവെച്ച് നായ്ക്കളെ എല്ലാം ഓടിച്ചു. അഴുകി ദുർഗന്ധം വമിക്കുന്ന മൃതദേഹങ്ങൾ ആരാണ് അവിടെ കിടത്തിയിരിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലായില്ലെങ്കിലും തങ്ങളുടെ പട്ടാളക്കാരുടെ മൃതദേഹങ്ങൾ കുഴികുത്തി അവിടെ അടക്കം ചെയ്യാൻ തന്നെ അവർ തീരുമാനിച്ചു. അങ്ങനെ ആ പട്ടാളക്കാരുടെ സംസ്കാരത്തിനിടയിലാണ് നമ്മളൊരു ചാരനെ പിടികൂടിയിരിക്കുന്നുവെന്ന് ഒരു പട്ടാളക്കാരൻ ടോമിനോട് പറഞ്ഞത്. ഞാൻ ചാരനല്ല എന്നും ഞാൻ നിങ്ങളെ കാണാൻ വന്നതാണ് എന്നും അബു ടോമിനോടും സംഘത്തോടും പറഞ്ഞു. നിങ്ങളിപ്പോൾ പോകുന്ന അബു ഗ്ലൈബ് കോട്ട മഹദിയുടെ ആളുകൾ പിടിച്ചെടുത്തിരിക്കുന്നു. നിങ്ങളെ ഇവിടെ വെച്ച് ആക്രമിക്കാൻ വേണ്ടിയാണ് അവർ ഈ മൃതദേഹങ്ങൾ ഇവിടെ ഉപേക്ഷിച്ചത്. നിങ്ങൾ വേഗം തന്നെ മടങ്ങിപ്പോവുമെന്ന് അബു ആ പട്ടാളക്കാരോട് പറഞ്ഞു. പക്ഷേ ഇംഗ്ലീഷ് പട്ടാളം അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. അബു ഒരു ചാരനാണെന്നാണ് പട്ടാളം കരുതിയത്. മുസ്ലിങ്ങൾ അവരുടെ ശത്രുക്കളുടെ മൃതദേഹങ്ങൾ പോലും അടക്കം ചെയ്യുന്നവരാണ്. പക്ഷേ ഈ മൃതദേഹങ്ങൾ അവരിവിടെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ പട്ടാളക്കാരെ മറവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ അവരെ ആക്രമിക്കാൻ പോവുകയാണെന്നാണ്. ഇതെല്ലാം പറഞ്ഞിട്ടും അവർ തന്നെ വിശ്വസിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ തന്നെ അയച്ചത് ഒരു ഇംഗ്ലീഷ് പട്ടാളക്കാരനാണെന്ന് പോലും അബു അവരോട് പറഞ്ഞു. പക്ഷേ ഹാരിയുടെ അനുവാദമില്ലാതെ അയാളുടെ പേര് അവരോട് വെളിപ്പെടുത്താൻ അബു തയ്യാറായില്ല. അബു ഒരു ചാരനാണെന്ന് കരുതി അയാൾ പറഞ്ഞതൊന്നും വിശ്വസിക്കാതെ ഇംഗ്ലീഷ് പട്ടാളം അയാൾക്ക് ചാട്ടയടികൾ നൽകുകയാണ് ചെയ്തത്. എങ്കിലും ഒരു മുൻകരുതൽ എന്നോണം ചുറ്റും നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ജാക്ക് കണ്ടത് ദൂരെ നിന്ന് 18 കുതിരപ്പുറത്തായി ഒരു സംഘം തങ്ങൾക്കടുത്തേക്ക് വരുന്നതാണ്. അതോടെ പട്ടാളക്കാരോട് തയ്യാറാവാൻ കേണൽ ഉത്തരവ് കൊടുത്തു. തോക്കുമായി ആ പട്ടാളക്കാർ തയ്യാറായി നിൽക്കുന്നത് കണ്ടിട്ടും ആ മനുഷ്യർ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ പിന്തിരിയുന്നില്ല എന്ന് കണ്ടതോടെ വെടിയുതിർക്കാൻ കേണൽ ഉത്തരവ് നൽകി. ആദ്യ വെടിയേറ്റ അക്കൂട്ടത്തിൽ കുറച്ചുപേർ നിലത്ത് വീണുവെങ്കിലും ശേഷിച്ചവർ വീണ്ടും മുന്നോട്ട് തന്നെ വന്നു. പട്ടാളം വീണ്ടും വെടിവെച്ചപ്പോൾ പിന്നെയും കുറച്ചാളുകൾ വീണുവെങ്കിലും ശേഷിച്ചവർ പിൻവാങ്ങിയില്ല. എന്താണ് അവരുടെ ഉദ്ദേശമെന്ന് മനസ്സിലാകാതെ മൂന്നാമതും വെടിയുതിർക്കാൻ കേണൽ ഉത്തരവ് നൽകി. പിന്നീട് അവരിൽ ശേഷിച്ചത് ഒരുവൻ മാത്രമാണ്. അയാളും നിർത്താതെ മുന്നോട്ട് വന്നതോടെ പട്ടാളം അയാളെയും വെടിവെച്ചിട്ടു. വന്നവരെല്ലാവരെയും വെടിവെച്ചിട്ടുവെങ്കിലും അവിടെ അവസാനിച്ചിട്ടില്ല എന്ന് ഇംഗ്ലീഷ് പട്ടാളത്തിന് അറിയാമായിരുന്നു. കുറച്ചു നേരം കൂടി കഴിഞ്ഞപ്പോഴേക്കും ദൂരെ നിന്ന് കുതിരക്കുളമ്പടികളുടെ മുഴക്കം കേട്ടു തുടങ്ങി. ഏത് ദിശയിൽ നിന്നാണ് അക്രമകാരികൾ വരുന്നത് എന്ന് കാതോർത്ത ഇംഗ്ലീഷ് പട്ടാളക്കാർക്ക് ഒരു കാര്യം മനസ്സിലായി. അവരെല്ലാ ദിശയിൽ നിന്നുമാണ് ആക്രമിക്കുന്നത്. 4 ദിക്കിൽ നിന്നും കുതിരക്കുളമ്പടിയുടെ മുഴക്കം അടുത്തു വന്നുകൊണ്ടേയിരുന്നു. വേഗം തന്നെ തന്റെ പട്ടാളക്കാരോട് 4 വശത്തേക്ക് മണിനിരക്കാൻ കേണൽ ഉത്തരവ് കൊടുത്തു. ഇതേ സമയം അബു പറഞ്ഞത് ശരിയാണ് എന്ന് മനസ്സിലായ എഡ്വേർഡ് അയാളുടെ കയ്യിലെ കെട്ടഴിച്ചു മാറ്റി അയാളെ സ്വതന്ത്രനാക്കി. അപ്പോഴേക്കും 4 വശത്തു നിന്നും കുതിരപ്പുറത്തും ഒട്ടകപ്പുറത്തുമായി 100 കണക്കിന് മഹദിയുടെ പോരാളികൾ അവിടേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. വേഗം തന്നെ ഇംഗ്ലീഷ് പട്ടാളം അവർക്ക് നേരെ വെടിവെച്ചുവെങ്കിലും അത്രയും മനുഷ്യരെ തടഞ്ഞു നിർത്താൻ ഇംഗ്ലീഷുകാരുടെ വെടിയുണ്ടകൾ തികയുമായിരുന്നില്ല. അവർ ഇംഗ്ലീഷ് പട്ടാളത്തിനടുത്തേക്ക് എത്തി അവരെ വളഞ്ഞ് പട്ടാളക്കാരെയും വെടിവെച്ചിടാൻ ആരംഭിച്ചു. ഇംഗ്ലീഷുകാർ അവരെ ഒരുവിധം തങ്ങളുടെ തോക്കുകൾ കൊണ്ടും പീരങ്കികൾ കൊണ്ടും പ്രതിരോധിച്ച് നിൽക്കുമ്പോഴാണ് ദൂരെ നിന്ന് കുതിരപ്പുറത്ത് മറ്റൊരു സംഘം അവിടേക്ക് വരുന്നത് അവർ കണ്ടത്. ആ സംഘം ധരിച്ചിരുന്ന ചുവന്ന യൂണിഫോമുകൾ കണ്ട് തങ്ങളുടെ കുതിരപ്പട അവിടേക്ക് വരികയാണെന്ന് ഇംഗ്ലീഷ് പട്ടാളം ആശ്വസിച്ചു. പൊടി പറത്തി ആ സംഘം അവിടേക്ക് വരുന്നത് കണ്ടതോടെ മഹദിയുടെ പോരാളികളും യുദ്ധമുഖത്ത് നിന്ന് പിന്തിരിയാൻ ആരംഭിച്ചു. തങ്ങളുടെ കൂടുതൽ സൈനികർ അവിടേക്ക് വന്നു എന്ന ധൈര്യത്തിൽ ജാക്കും വില്യമും ഉൾപ്പെടെ ഒരു കൂട്ടം സൈനികർ തിരിഞ്ഞോടിയ മഹദി പോരാളികൾക്ക് പിന്നാലെ വെച്ചുപിടിച്ചു. പക്ഷെ അതൊരു ചതിയാണെന്ന് അവർ മനസ്സിലാക്കിയില്ല. കുതിച്ചു മുന്നേറിയ ജാക്കിന്റെയും സംഘത്തിന്റെയും കുതിരകളെ മണലിൽ പുതഞ്ഞു കിടന്നിരുന്ന മഹദി പോരാളികൾ വെട്ടിവീഴ്ത്തി. തന്റെ ഒരു സംഘം പട്ടാളക്കാർ മഹദി പോരാളികൾക്കിടയിൽ പെട്ടുപോയപ്പോഴാണ് കേണൽ അക്കാര്യം തിരിച്ചറിഞ്ഞത്. ദൂരെ നിന്ന് പാഞ്ഞു വരുന്നത് ഇംഗ്ലീഷ് പട്ടാളമായിരുന്നില്ല. അത് ഇംഗ്ലീഷ് പട്ടാളത്തിന്റെ വേഷം ധരിച്ച മഹദി പോരാളികൾ തന്നെയായിരുന്നു. ജാക്കും ഇക്കാഴ്ചയെല്ലാം നിസ്സഹായനായി കണ്ടു നിന്നുവെങ്കിലും പാഞ്ഞു വരുന്ന ശത്രുക്കൾക്കിടയിൽ തന്റെ സുഹൃത്ത് ഹാരിയുമുണ്ട് എന്ന് അയാൾക്ക് മനസ്സിലായില്ല. അത് മനസ്സിലാവാതിരുന്ന മറ്റൊരു ഇംഗ്ലീഷ് പട്ടാളക്കാരൻ ആദ്യം വെടിവെച്ചിട്ടതും ഹാരിയുടെ കുതിരയാണ്. പക്ഷേ തന്റെ കുതിര വീണിട്ടും പിന്തിരിയാതെ ഹാരി മറ്റൊരു കുതിരപ്പുറത്ത് കയറി ശത്രുക്കൾക്ക് മുന്നിൽ കുതിച്ചു പാഞ്ഞു.
ജാക്ക് ഉൾപ്പെടെ പോരാളികൾക്കിടയിൽ പെട്ടുപോയ സൈനികരെല്ലാം തിരിഞ്ഞോടാൻ ശ്രമിച്ചുവെങ്കിലും എഡ്വേർഡ് മാത്രം തിരിഞ്ഞോടിയില്ല. തിരിഞ്ഞോടിയിട്ട് കാര്യമില്ല എന്ന് അയാൾക്കറിയാമായിരുന്നിരിക്കണം. അങ്ങനെ തൻ്റെ മുന്നിലേക്കെത്തിയ ശത്രുക്കളെല്ലാം കൊന്നു വീഴ്ത്തുന്നതിനിടയ്ക്കാണ് എഡ്വേർഡ് ആ കാഴ്ച കണ്ടത്. തന്നെ രക്ഷിക്കാനായി ശത്രുക്കൾക്ക് മുന്നിൽ പാഞ്ഞു വരുന്നത് തൻ്റെ സുഹൃത്ത് ഹാരിയാണ്. പക്ഷേ ഹാരി അവിടേക്ക് എത്തും മുന്നേ തന്നെ എഡ്വേർഡ് വെടിയേറ്റ് വീണു കഴിഞ്ഞിരുന്നു. ഈ കാഴ്ച കണ്ട് ജാക്ക് കയ്യിൽ കിട്ടിയൊരു തോക്കെടുത്ത് ശത്രുക്കൾക്ക് നേരെ നിറയൊഴിച്ചതും ആ തോക്ക് പൊട്ടിത്തെറിച്ചു. തീപ്പൊരു കണ്ണിലേക്ക് ചിതറി ജാക്ക് ആ മണ്ണിലേക്ക് വീഴുന്നത് ഹാരി കണ്ടിരുന്നു. പക്ഷേ ഈ സമയമായപ്പോഴേക്കും ഉത്തരവ് നൽകിക്കൊണ്ടിരുന്ന കേണലും അവിടെ വെടിയേറ്റ് വീണു. ഇനിയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥൻ ടോം ആയിരുന്നു. മഹദി പോരാളികൾ തങ്ങളെ ചുറ്റും വളഞ്ഞു കഴിഞ്ഞപ്പോ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ സൈനികർ അലറി വിളിച്ചപ്പോ പിന്തിരിഞ്ഞോടാനാണ് ടോം അവരോട് പറഞ്ഞത്. പട്ടാളം പിന്തിരിഞ്ഞോടാൻ തുടങ്ങിയതും നിലത്ത് വീണ് കിടക്കുന്ന ജാക്കിനെ കൊല്ലാനായി അവിടേക്ക് എത്തിയൊരു മഹദി പോരാളിയെ ഹാരി കൊന്നു വീഴ്ത്തി. പിന്നെയും അവിടേക്ക് വന്ന ശത്രുക്കളെല്ലാം കൊന്നു വീഴ്ത്തിയിട്ടും വീണ്ടും വീണ്ടും അവിടേക്ക് പോരാളികൾ പാഞ്ഞു വരുന്നത് കണ്ടതോടെ കണ്ണു തുറക്കാൻ പോലും കഴിയാതെ കിടന്നിരുന്ന ജാക്കിന് മുകളിലേക്ക് ഹാരി അയാളെ സംരക്ഷിക്കാനായി വീണ് കിടന്നു. മഹദി പോരാളികൾ അപ്പോൾ വില്യമിന്റെ തലക്കടിക്കുന്നതും അയാളെ വലിച്ചിഴിച്ചു കൊണ്ടുപോകുന്നതും ഹാരി കാണുന്നുണ്ട്. പക്ഷെ അയാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. പിന്തിരിഞ്ഞോടുന്ന ഇംഗ്ലീഷ് പട്ടാളക്കാർക്ക് പിറകെ മരുഭൂമി ആകെ ചവിട്ടി മെതിച്ചുകൊണ്ട് കുതിച്ചു പാഞ്ഞു പോകുന്ന മഹദി പോരാളികൾക്കും അവരുടെ കുതിരകൾക്കും ഇടയിൽപ്പെടാതെ ഹാരി ജാക്കിനെ സംരക്ഷിച്ച് അയാൾക്ക് മുകളിൽ തന്നെ കിടന്നു. വീണുപോയ സൈനികരെ അവിടെ തന്നെ ഉപേക്ഷിച്ച് ടോമും മറ്റു പട്ടാളക്കാരും പിന്തിരിഞ്ഞോടി. ആ പോരാട്ടം അവസാനിച്ചപ്പോ മരുഭൂമി ശാന്തമായപ്പോ മരിച്ചു വീണ മനുഷ്യർക്കിടയിൽ അബു തിരഞ്ഞത് ഹാരിയെ തന്നെയാണ്. ഒടുവിൽ അബു അയാളെ കണ്ടെത്തുകയും ചെയ്തു. ഹാരിയും അബുവും ജാക്കിനെയുമായി സുരക്ഷിതമായൊരു സ്ഥലത്തേക്കെത്തി. ശേഷം അയാളുടെ ചുണ്ടിൽ വെള്ളമിറ്റിച്ചു നൽകി മുറിവുകൾ തുടച്ചു കൊടുക്കുമ്പോഴാണ് ജാക്കിന്റെ പോക്കറ്റിലുണ്ടായിരുന്ന ആ കത്തുകൾ ഹാരിക്ക് ലഭിച്ചത്. എത്തിനയുടെ കത്തുകളായിരുന്നു അത്. ആ കത്തുകളെല്ലാം വായിച്ചപ്പോ എത്തിനെ തന്നെ മറന്നു തുടങ്ങിയോ എന്ന് ഹാരി സംശയിച്ചു. നിരാശനായി അല്പം മാറി നിന്ന് താനിനി എന്തിനാണ് മടങ്ങിപ്പോകുന്നത് എന്ന് ഹാരി സ്വയം ചോദിച്ചു. ജാക്ക് അപ്പോഴേക്കും ഉണർന്നെണീറ്റിരുന്നു. കണ്ണിന് പരിക്കേറ്റ് കാഴ്ച നഷ്ടപ്പെട്ട തന്റെ സുഹൃത്ത് വെപ്രാളപ്പെടുന്നത് കണ്ട് നിരാശ മാറ്റിവെച്ച് ഹാരി അയാൾക്കടുത്തേക്ക് ചെന്നു. എന്റെ കണ്ണ് കാണുന്നില്ല എന്നും എന്റെ കത്തുകൾ എവിടെയെന്നുമാണ് ജാക്ക് ചോദിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ ആരാണ്? എന്റെ കത്തുകൾ നിങ്ങൾ കണ്ടോ എന്ന് ജാക്ക് ചോദിച്ചപ്പോ ഹാരിക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. ഒന്നും മിണ്ടാതെ ആ കത്തുകൾ ഹാരി ജാക്കിനെ തിരികെ ഏൽപ്പിച്ചു. ആ കത്തുകൾ അയാൾക്ക് എത്ര പ്രധാനപ്പെട്ടതാണ് എന്ന് ഹാരി തിരിച്ചറിയുകയായിരുന്നു. ശേഷം ജാക്ക് അയാളുടെ മുഖത്ത് തൊട്ടുകൊണ്ട് നിങ്ങൾ ആരാണ്, എനിക്ക് കാഴ്ചയില്ല എന്ന് കരഞ്ഞു പറഞ്ഞുകൊണ്ടേയിരുന്നു. ജാക്കിനെ ചേർത്ത് പിടിച്ചപ്പോഴും ഹാരി ഒരക്ഷരം മിണ്ടിയില്ല. താനാണ് അയാളെ രക്ഷിച്ചതെന്നും താൻ ആ കത്തുകൾ കണ്ടുവെന്നും ജാക്ക് അറിയണ്ട എന്ന് ഹാരി തീരുമാനിച്ചിരുന്നു. മാസങ്ങൾ വീണ്ടും ഒരുപാട് കഴിഞ്ഞുപോയി. യുദ്ധത്തിൽ പരിക്കേറ്റതോടെ ജാക്ക് ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിയെത്തി. കാഴ്ച നഷ്ടമായി മടങ്ങിയെത്തിയ തൻ്റെ പ്രിയ സുഹൃത്തിനോട് അവൻ്റെ അവസ്ഥകളെക്കുറിച്ച് ചോദിച്ച് എത്തിനെ അവനെ വീണ്ടും മുറിവേൽപ്പിച്ചില്ല. പിന്നീടുള്ള ദിവസങ്ങളിൽ അയാളുടെ കണ്ണായി അവൾ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ താൻ മടങ്ങിയെത്തുമ്പോൾ അവളോട് ആദ്യം ചോദിക്കാനിരുന്ന ആ കാര്യം ജാക്കത്തിനോട് ചോദിക്കുക തന്നെ ചെയ്തു. എത്തിനെ പക്ഷേ അതിന് മറുപടി പറഞ്ഞില്ല. പകരം അവൾ ജനറൽ ഫാവർഷാമിനടുത്തേക്ക് പോവുകയാണ് ചെയ്തത്. ഫാവർഷാമിന് മുന്നിലെത്തി ജാക്ക് തന്നോട് വിവാഹാഭ്യർത്ഥന നടത്തിയെന്ന് എത്തിനെ അറിയിച്ചു. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അവൾ ചോദിച്ചപ്പോ ഹാരിയെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല എന്നും അവൻ മടങ്ങി വരുമോ എന്ന് പോലും എനിക്ക് ഉറപ്പില്ല എന്നുമാണ് ഫാവർഷാം പറഞ്ഞത്. എൻ്റെ മകൻ അവൻ്റെ സഹോദരനെ പോലെ സ്നേഹിച്ചവനാണ് ജാക്ക്. നിങ്ങൾ തമ്മിൽ ഒന്നിക്കുന്നതിൽ ഹാരിക്ക് സന്തോഷമേ ഉണ്ടാകൂവെന്നാണ് ഫാവർഷാം എത്തിനോട് പറഞ്ഞത്. അങ്ങനെ ജനറൽ ഫാവർഷാമിൻ്റെ അനുവാദത്തോടെ, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോടെ എത്തിന് ജാക്കിനോട് സമ്മതം മൂടി. പിന്നെയും ആഴ്ചകൾ ഒരുപാട് കടന്നുപോയി. അങ്ങനെ ഇരിക്കെ ഒരിക്കലാണ് ടോം ജാക്കിനെ കാണാനായി എത്തുന്നത്. സന്തോഷത്തോടെ അയാളെ കെട്ടിപ്പിടിച്ചപ്പോൾ അയാളുടെ തോളത്തെ നക്ഷത്രങ്ങളുടെ എണ്ണം കൂടിയെന്ന് ജാക്കിന് മനസ്സിലായി. ടോം ഇപ്പോൾ ക്യാപ്റ്റനായിരിക്കുന്നു. പക്ഷെ അത് പറയാനായിരുന്നില്ല അയാൾ അവിടേക്ക് എത്തിയത്. താൻ ഹാരിയെ കണ്ടുവെന്ന് പറയാനാണ്. തെല്ലൊരാശങ്കയോടെ എവിടെയാണ് കണ്ടത് എന്ന് ജാക്ക് അയാളോട് ചോദിച്ചു. സുഡാനിൽ. നമുക്കൊപ്പം സുഡാനിൽ അവൻ ഉണ്ടായിരുന്നുവെന്ന് ടോം ജാക്കിനെ അറിയിച്ചു. അന്നത്തെ പോരാട്ടത്തിന് ശേഷം പിന്തിരിഞ്ഞോടിയ ടോമിനെ കാണാനായി ഹാരി എത്തിയിരുന്നു.
മറ്റാരോ ആണെന്ന് കരുതി തനിക്ക് ആരെയും കാണണ്ട എന്ന് പറഞ്ഞ് നിരാശനായിരുന്ന ടോമിനോട് താൻ ഹാരിയാണ് എന്ന് അയാൾ പറഞ്ഞപ്പോ അത്ഭുതം കൊണ്ട് ടോമിന്റെ മുഖം വിടർന്നു. ഇങ്ങനെ ഒരു കണ്ടുമുട്ടൽ അയാൾ പ്രതീക്ഷിച്ചിരുന്നതേയല്ല. ഞാൻ ഒരാളെ നിങ്ങൾക്ക് വിവരം തരാൻ പറഞ്ഞയച്ചിരുന്നതല്ലേ? നിങ്ങൾ അവനെ കെട്ടിയിട്ട് ചാട്ടക്കടിക്കുകയാണ് ചെയ്തത്. അതിനെത്ര പട്ടാളക്കാരുടെ ജീവൻ കൊടുക്കേണ്ടി വന്നുവെന്ന് ഹാരി ചോദിച്ചപ്പോ നീയായിരുന്നു അതെന്ന് എനിക്കറിയില്ലായിരുന്നു എന്നാണ് ടോം മറുപടി പറഞ്ഞത്. അല്പനേരത്തെ മൗനത്തിന് ശേഷം നീ എന്തിനാണ് ഇവിടേക്ക് വന്നത് എന്ന് ടോം ഹാരിയോട് ചോദിച്ചു. അപ്പോൾ താൻ പൊതിഞ്ഞു സൂക്ഷിച്ചിരുന്ന ആ തൂവലുകൾ ഹാരികളെ കാണിച്ചു കൊടുത്തു. അതിനുശേഷം അവൻ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പണവും വാങ്ങി അവിടെ നിന്ന് മടങ്ങി. മഹദി പോരാളികളെന്ന് തടവിലാക്കിയവർക്കൊപ്പം വില്യമും ഉണ്ടായിരുന്നു. അവനെ രക്ഷിക്കാൻ പോവുകയാണെന്നാണ് ഹാരി എന്നോട് പറഞ്ഞത്. പോയാൽ തിരിച്ചു വരാൻ കഴിയില്ല എന്ന് ഞാൻ അവനോട് പലതവണ പറഞ്ഞതാണ്. പക്ഷെ അവനത് കേട്ടില്ല. ടോം ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ കുറച്ചുനേരം ഒന്നും മിണ്ടാതിരുന്ന ശേഷം ഹാരി ജീവിച്ചിരിപ്പുണ്ടെന്ന് എത്തിനേക്ക് അറിയാമോ എന്നാണ് ജാക്ക് അന്വേഷിച്ചത്. താൻ ഇതുവരെ അവളോട് ഇത് പറഞ്ഞിട്ടില്ല എന്ന് ടോം പറഞ്ഞപ്പോൾ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നാണ് ജാക്ക് പറഞ്ഞത്. ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോൾ ലോകത്തിന്റെ മറ്റൊരു വശത്ത് ഹാരി വില്യമിനു വേണ്ടിയുള്ള അന്വേഷണം അവസാനിപ്പിച്ചിരുന്നില്ല. എന്തൊക്കെ ചെയ്തിട്ടും വില്യമിനെ കണ്ടെത്താനാവാതെ വന്നതോടെ താനൊരു ബ്രിട്ടീഷുകാരനാണെന്നറിഞ്ഞാൽ മഹദിയുടെ ആളുകൾ തന്നെയും തടവറയിലേക്ക് പിടിച്ചുകൊണ്ടു പോകുമെന്നും ഒരുപക്ഷെ അവിടേക്ക് എത്തിയാൽ വില്യമിനെ കണ്ടെത്താൻ കഴിഞ്ഞേക്കുമെന്നും ഹാരി പറഞ്ഞപ്പോൾ അബു അത് സമ്മതിച്ചില്ല. നിങ്ങളെ ദൈവം എൻ്റെ മുന്നിൽ കൊണ്ടുവന്നത് നിങ്ങളെ രക്ഷിക്കാനാണ്, കൊലയ്ക്ക് കൊടുക്കാനല്ല. നിങ്ങൾ ആ നരകത്തിലേക്ക് പോയാൽ നിങ്ങൾ പിന്നെ തിരികെ വരില്ല. നിങ്ങളെ അവർ പീഡിപ്പിച്ച് കഴിവേറ്റുമെന്ന് അബു അയാളെ ശാസിച്ചു. പക്ഷേ ഹാരി അത് കേട്ടില്ല. എന്നെ നിങ്ങളുടെ മുന്നിലെത്തിച്ച് ദൈവത്തിൻ്റെ നിയോഗമാണെന്നല്ലേ നിങ്ങൾ എപ്പോഴും പറയാറ്? ഞാൻ മരിച്ചാൽ അതും അതേ ദൈവത്തിൻ്റെ നിയോഗമാണെന്ന് ഞാൻ കരുതിക്കൊള്ളാമെന്ന് പറഞ്ഞ് ഹാരി അവിടെ നിന്ന് പോയി. ശേഷം അയാൾ മഹദി പോരാളികൾക്ക് മുന്നിലേക്കെത്തി കീഴടങ്ങുകയും ചെയ്തു. ഹാരി പ്രതീക്ഷിച്ചതുപോലെ തന്നെ മഹദികൾ അയാളെ തുറുങ്കിലടച്ചു. ഇരുട്ട് നിറഞ്ഞ കൽത്തുറുങ്കിൽ നിറയെ തടവിലാക്കപ്പെട്ട അടിമകളായിരുന്നു ഉണ്ടായിരുന്നത്. 100 കണക്കിന് വരുന്ന തടവുകാർക്കിടയിൽ ഹാരി തൻ്റെ സുഹൃത്തിനെ ഉറക്കെ വിളിച്ചു നോക്കി. ആ വിളി കേൾക്കാൻ വില്യം അവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനിടയ്ക്ക് ഹാരി ആ മനുഷ്യർക്കിടയിൽ വീഴുകയും അവരുടെ ചവിട്ടേൽക്കുകയും ചെയ്യുന്നുണ്ട്. ആ ആൾക്കൂട്ടത്തിൽ നിന്നയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ചത് വില്യമാണ്. പക്ഷെ അപ്പോഴും അത് ഹാരിയാണെന്ന് വില്യം തിരിച്ചറിഞ്ഞിരുന്നില്ല. തൻ്റെ ഒപ്പമുണ്ടായിരുന്ന മറ്റേതോ പട്ടാളക്കാരനാണെന്ന് കരുതി ഞെരുങ്ങി നീങ്ങുന്ന ആ മനുഷ്യർക്കിടയിലൂടെ വീണു പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് വില്യം അയാളെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചു. അവിടെ എത്തിയപ്പോഴാണത് ഹാരിയാണ് എന്ന് വില്യം തിരിച്ചറിഞ്ഞത്. ഹാരി, നീ എങ്ങനെ ഇവിടെ എത്തി? നിന്നെ ആരാണ് ഇവിടേക്ക് ഒറ്റയ്ക്ക് പറഞ്ഞയച്ചത്? വില്യം ഇങ്ങനെ ചോദിച്ചപ്പോൾ ഹാരി ആ തൂവലുകൾ അയാളെയും കാണിച്ചു. വില്യം അത് കണ്ടൊന്നും പറഞ്ഞില്ല. കരഞ്ഞുകൊണ്ട് അയാളെ കെട്ടിപ്പിടിച്ചതേ ഉള്ളൂ. അവരെ ഉൾപ്പെടെ ആ തടവുകാരെ എല്ലാം ഒരു കരിങ്കൽ ഖനിയിലേക്കാണ് അവർ കൊണ്ടുപോയത്. പോകും വഴി എൻ്റെ കയ്യിൽ കുറച്ച് പണമുണ്ട് എന്നും അതിവിടെ ഉപകാരപ്പെടുമോ എന്നും ഹാരി വില്യമിനോട് ചോദിച്ചു. വലിയ പ്രതീക്ഷയില്ലെങ്കിലും നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് വില്യമും ഹാരിയും തൊഴിലാളികൾക്കൊപ്പം ജോലി തുടങ്ങി. പക്ഷെ അവർക്കവിടെ ഭക്ഷണമോ വെള്ളമോ ഉണ്ടായിരുന്നില്ല. തടവിലാക്കപ്പെട്ട സുഡാനി അടിമകളുടെ ഭാര്യമാരിൽ ചിലർ അവിടേക്ക് ഭക്ഷണം കൊണ്ടുവന്നിരുന്നു. 100 കണക്കിന് വരുന്ന തൊഴിലാളികൾ ആ ഭക്ഷണത്തിൻ്റെ ഒരു അംശം കഴിച്ചാണ് വിശപ്പടക്കിയിരുന്നത്. ഭക്ഷണം കിട്ടാത്തവരാകട്ടെ അവിടെ തന്നെ വിശന്ന് മരിച്ചു വീഴുകയും ചെയ്തു. ഖനിയുടെ കാവൽക്കാരുടെ നേതാവ് ഇദ്രിസ് എന്നൊരു മനുഷ്യനാണ്. ഇദ്രിസിന്റെ കുടുംബത്തെ മുഴുവൻ ഇംഗ്ലീഷ് പട്ടാളം കൊന്നതുകൊണ്ട് തന്നെ അയാൾക്ക് ആ പണം കൊടുത്തിട്ട് കാര്യമുണ്ടായിരുന്നില്ല. ഇദ്രിസിന് താഴെയുള്ളത് ഹസൻ എന്ന മറ്റൊരാളാണ്. തങ്ങളുടെ കയ്യിലുള്ള പണം അയാൾക്ക് കൊടുത്താൽ ഒരുപക്ഷെ അയാൾ തങ്ങളെ സഹായിച്ചേക്കുമെന്നും അല്ലെങ്കിൽ അയാൾ ആ പണം വാങ്ങി നമ്മളെ കൊന്നുകളഞ്ഞേക്കുമെന്നും വില്യം ഹാരി അറിയിച്ചു. എന്തു തന്നെയായാലും ആ പണം വില്യം ഹസനെ ഏൽപ്പിച്ചു. രക്ഷപ്പെടാൻ സഹായിക്കാമെന്ന് അയാൾ പറഞ്ഞില്ലെങ്കിലും ചെറിയ ചില സഹായങ്ങൾ ചെയ്യാമെന്ന് ഹസൻ സമ്മതിച്ചു. രക്ഷപ്പെടുത്താമെന്ന് അയാൾ പറഞ്ഞില്ല എങ്കിലും തൻ്റെ കൂട്ടുകാരൻ അടുത്തെത്തിയപ്പോൾ തന്നെ തങ്ങൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ വില്യമിനുണ്ടായി. ഇനിയധികം വൈകില്ല ഹാരി, വേഗം തന്നെ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയുമെന്ന് വില്യം പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ പിന്നെയും ദിവസങ്ങൾ ഒരുപാട് കടന്നുപോയിട്ടും അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ഒരിക്കൽ ഖനിയിലേക്ക് പോകുന്നതിനിടയ്ക്ക് വില്യം വിശന്ന് തളർന്ന് അവിടെ വീഴുന്നുണ്ട്. അയാളെ എടുത്തുകൊണ്ടു പോകാൻ ശ്രമിച്ച ഹാരിയെ ഹസൻ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. അവൻ എന്തായാലും മരിക്കും, അവനെ ഇവിടെ ഉപേക്ഷിക്ക്. രക്ഷപ്പെടാൻ ഒരു അവസരം കിട്ടിയാൽ തളർന്നു കിടക്കുന്ന ഇവനെയുമായി നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഹസൻ ഇതെല്ലാം പറഞ്ഞുവെങ്കിലും
ഹാരി വില്യമിനെ ഉപേക്ഷിച്ചില്ല. അയാൾ വില്യമിനെയും ചുമന്നുകൊണ്ട് ഖനിയിലേക്ക് പോവുക തന്നെ ചെയ്തു. അങ്ങനെ ആ ഖനിയിലിരിക്കുന്ന സമയത്തും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു അടിമത്തൊഴിലാളിയെ മഹ്ദിയുടെ പോരാളികൾ വെടിവെച്ച് കൊല്ലുന്നവർ കാണുന്നുണ്ട്. ഇദ്രിസ് എന്ന ഈ കാട്ടാളനെയും അയാളുടെ ആളുകളെയും മറികടന്ന് തങ്ങൾക്ക് രക്ഷപ്പെടാനാകുമോ എന്ന് ഹാരി സംശയിക്കാതിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ജീവൻ നിലനിർത്താൻ ഭക്ഷണമാണ് വേണ്ടത്. അന്ന് ഭക്ഷണവുമായി തൊഴിലാളികളുടെ ഭാര്യമാർ വന്നപ്പോൾ ഉള്ള ഭക്ഷണത്തിനായി തല്ലുകൂടുന്ന തൊഴിലാളികൾക്കിടയിലേക്ക് ഹാരിയും ചാടി വീണു. നിലത്ത് വീണ് കിടക്കുന്ന ഭക്ഷണമെടുക്കാൻ ഹാരി ശ്രമിച്ചുവെങ്കിലും ആ ഇത്തിരി ഭക്ഷണത്തിൽ ഒരല്പം പോലും അയാൾക്ക് കിട്ടിയില്ല. അതോടെ ഇതെല്ലാം കണ്ടുനിന്ന് ഇദ്രിസ് ഹാരിയെ പിടിച്ചു മാറ്റി അയാളെ ചവിട്ടി വീഴ്ത്തി. എനിക്കൊരല്പം ഭക്ഷണം തരണമെന്ന് ഹാരി ഇദ്രിസിന്റെ കാലിൽ വീണ് അപേക്ഷിച്ചുവെങ്കിലും അയാളുടെ ആ നിസ്സഹായത കണ്ട് പരിഹസിച്ച് ചിരിച്ചതല്ലാതെ ഇദ്രിസ് ഒരല്പം ഭക്ഷണം പോലും ഹാരിക്ക് കൊടുത്തില്ല. അതോടെ ആ മണ്ണിലിരുന്ന് പൊട്ടിക്കരയുന്ന ഹാരിക്കടുത്തേക്ക് അല്പസമയത്തിന് ശേഷം മറ്റൊരാളെത്തി. അബു ആയിരുന്നു അത്. ഹാരിയെ തേടി അബു അവിടേക്കും എത്തിയിരുന്നു. തൻ്റെ അരികിലേക്ക് വീണ്ടും ദൈവം അയാളെ അയച്ചത് കണ്ട് പൊട്ടിക്കരഞ്ഞ ഹാരിയെ അബു ആശ്വസിപ്പിച്ചു. ഹാരിക്കായി കുറച്ച് ഭക്ഷണവും അയാൾ കരുതിയിട്ടുണ്ടായിരുന്നു. അത് വാങ്ങിച്ച് ആർത്തിയോടെ കഴിക്കുന്ന ഹാരിയെ കണ്ട് അബുവിന് വല്ലാതെ സങ്കടം തോന്നി. ശേഷം തൻ്റെ കയ്യിൽ കുറച്ച് പണമുണ്ടോ എന്ന് അബു പറഞ്ഞപ്പോൾ പണം കൊണ്ടിവിടെ ഒരു കാര്യവും നടക്കില്ല എന്നും കാവൽക്കാർ രക്ഷപ്പെടാൻ സമ്മതിക്കില്ല എന്നുമാണ് ഹാരി പറഞ്ഞത്. എനിക്കിനി ജീവിക്കണമെന്നില്ല. എനിക്ക് ജീവിക്കാനായി ഒന്നും അവശേഷിക്കുന്നുമില്ല. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഹാരി പറഞ്ഞപ്പോൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ കുപ്പിയിലെ ദ്രാവകം അബു ഹാരിയെ ഏൽപ്പിച്ചു. അത് വിഷമാണെന്ന് മനസ്സിലായപ്പോൾ ഹാരി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അബുവിൻ്റെ കയ്യിൽ മുത്തിക്കൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വീണ്ടും അയാളോട് പറഞ്ഞു. പിന്നെയും കുറച്ചുനേരം അബുവുമായി സംസാരിച്ച ശേഷം ഹാരി മിച്ചമുള്ള ഭക്ഷണവുമായി പോയത് വില്യമിൻ്റെ അടുത്തേക്കാണ്. തളർന്നിരിക്കുന്ന അയാളെ ഭക്ഷണം കഴിപ്പിച്ച ശേഷം നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗമുണ്ട് എന്ന് പറഞ്ഞ് ഹാരി ആ വിഷക്കുപ്പി വില്യമിനെ കാണിച്ചു. അത് കണ്ടപ്പോൾ വലിയൊരു ആശ്വാസം തന്നെയാണ് വില്യമിനുമുണ്ടായത്. ആ യാതനയിൽ നിന്ന് ഏത് വിധേനയുമുള്ളൊരു മോചനം അയാൾ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. പിന്നീട് ഖനിയിൽ നിന്നും തടവറയിലേക്ക് പോകും വഴിയാണ് ഇരുവരും ആ വിഷം കഴിച്ചത്. ആൾക്കൂട്ടത്തിനിടയിൽപ്പെട്ട അന്ന് മരിച്ചവരുടെ കൂട്ടത്തിൽ ഹാരിയും വില്യമും ഉണ്ടായിരുന്നു. ഇരുവരുടെയും ശരീരങ്ങൾ അവർ മറ്റു മൃതദേഹങ്ങൾക്കൊപ്പം ഖനിക്ക് പുറത്തുള്ളൊരു കുഴിയിൽ തള്ളി. പിന്നീട് ഹസനുമായി സംസാരിക്കുന്നതിനിടയിലാണ് ഹാരിയും വില്യമും അയാൾക്ക് പണം നൽകിയിരുന്നുവെന്നും രക്ഷപ്പെടുത്താമോ എന്ന് ചോദിച്ചിരുന്നുവെന്നും ഇദ്രിസ് മനസ്സിലാക്കിയത്. ഹാരി അബുവുമായി എന്തോ സംസാരിക്കുന്നത് കണ്ടിരുന്ന ഇദ്രിസിന് സംശയം തോന്നിയ അയാൾ വേഗം തന്നെ അവരുടെ ശരീരങ്ങൾ തള്ളിയിരുന്ന ആ കുഴിക്കടുത്തേക്ക് പുറപ്പെട്ടു. പക്ഷെ ആ കുഴിയിൽ അവരുടെ ശരീരങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇതിനോടകം തന്നെ അബു അവരുടെ ശരീരങ്ങൾ ഒരു ഒട്ടകപ്പുറത്ത് കയറ്റി അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയിരുന്നു. വില്യമും ഹാരിയും മരിച്ചിരുന്നില്ല. മരിച്ചുവെന്ന് തോന്നാനായി ബോധം നഷ്ടപ്പെടാനും ഹൃദയമിടിപ്പ് മന്ദഗതിയിലാക്കാനുമുള്ള മരുന്നായിരുന്നു അബു അവർക്ക് നൽകിയത്. രക്ഷപ്പെട്ടങ്ങനെ ഓടുന്ന വഴിക്ക് ഒട്ടകപ്പുറത്തുനിന്ന് വില്യം നിലത്തേക്ക് വീണു പോകുന്നുണ്ട്. പാതിബോധത്തിൽ താൻ മരിച്ചില്ലേ എന്ന് സംശയിച്ചു കിടന്ന വില്യമിനോട് മരിക്കാനുള്ള മരുന്നല്ലായിരുന്നു അത് എന്ന് ഹാരി പറഞ്ഞു. പക്ഷേ അപ്പോഴേക്കും ഇദ്രിസും സംഘവും അവരെ പിന്തുടർന്ന് അവിടേക്ക് എത്തിയിരുന്നു. അവർ തങ്ങൾക്ക് നേരെ വെടിവെക്കാൻ തുടങ്ങിയതോടെ അബു വില്യമിനെടുത്ത് തോളത്ത് കിടത്തി ഹാരിയുമായി അവിടെ നോടി ഒരു പാറക്കെട്ടിന് പിറകിൽ വന്ന് ഒളിച്ചിരുന്നു. തങ്ങളുടെ കയ്യിൽ ഇനി അവശേഷിക്കുന്നത് ഒരു ബുള്ളറ്റ് മാത്രമാണ്. തങ്ങളെ കൊല്ലാതെ അവർ ഇവിടെ നിന്ന് പോകില്ല എന്ന് മനസ്സിലാക്കി വില്യമിനെയുമായി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളാൻ അബുവിനോട് പറഞ്ഞ് ഹാരി അവിടെ തന്നെ ഇരുന്നു. ഇദ്രിസും സംഘവും തൻ്റെ പിന്നാലെ വരുമെന്നാണ് ഹാരി കരുതിയതെങ്കിലും ഇദ്രിസ് തൻ്റെ കൂട്ടാളികളെ അബുവിന് പിന്നാലെ പറഞ്ഞു വിട്ടു. വില്യമിനെയുമായി ആ മരുഭൂമിയിലൂടെ രക്ഷപ്പെടുന്ന അബുവിന് നേരെ അവർ വെടിയുതിർത്തതും അയാൾ പിടഞ്ഞ് നിലത്തേക്ക് വീണു. ഇതേ സമയം തളർന്ന ആ മരുഭൂമിയിലൂടെ ഓടുന്ന ഹാരിയെ ഇദ്രിസ് പിന്തുടർന്നുകൊണ്ടേയിരുന്നു. തൊട്ടടുത്ത് കിട്ടിയിട്ടും ഇദ്രിസ് അയാളെ വെടിവെച്ചില്ല. ഹാരി ആ മരുഭൂമിയിൽ തളർന്നു വീണ് മരിക്കുന്നത് കാണാനായി അയാൾ കാത്തിരുന്നു. ഇതേ സമയം അയാളുടെ കൂട്ടാളികൾ ബില്ലിനടുത്തേക്ക് എത്തി അയാളെ വെടിവെച്ചിടാൻ തുടങ്ങുമ്പോൾ മണലിൽ പുതഞ്ഞു കിടന്നിരുന്ന അബു ചാടി എഴുന്നേറ്റ് അവരെ ആക്രമിച്ച് അവരുടെ തോക്ക് വാങ്ങി അവരെ വെടിവെച്ചിട്ടു. അബുവിന് വെടിയേറ്റിരുന്നില്ല. മറ്റൊരു വശത്താകട്ടെ ഇദ്രിസ് ഹാരിയെ പിടികൂടി കഴിഞ്ഞിരുന്നു. ഇംഗ്ലീഷ് പട്ടാളത്തോടുള്ള വെറുപ്പെല്ലാം അയാൾ ഹാരിയിൽ തീർത്തു. അയാൾ ഹാരിയെ ദയവില്ലാതെ മർദ്ദിക്കാനും മണൽക്കുന്നുകൾക്ക് മുകളിൽ നിന്ന് താഴേക്കെറിയാനും ആരംഭിച്ചു. വീണ്ടും രക്ഷപ്പെട്ടോടാൻ ശ്രമിച്ച ഹാരിയെ പിടിച്ച് അയാളുടെ തല ആ മണലിൽ താഴ്ത്തി പിടിച്ച് ഇദ്രിസ് അയാളെ ശ്വാസം മുട്ടിച്ചു.
ശേഷം അയാൾ ഹാരിയെ പൊക്കിയെടുത്ത് വീണ്ടും മർദ്ദിച്ച് തൻ്റെ കയ്യിൽ കിടന്നവൻ്റെ ജീവൻ നിലയ്ക്കുന്ന കണ്ട് ആസ്വദിച്ച് നിൽക്കുമ്പോൾ ഹാരി പെട്ടെന്ന് കണ്ണു തുറന്ന് തലകൊണ്ട് അയാളെ ഇടിച്ചു വീഴ്ത്തി. ശേഷം ആ മണൽക്കൂനയിലൂടെ ഇരുവരും താഴേക്കുരുളുമ്പോൾ കയ്യിൽ കിട്ടിയൊരു കൂർത്ത എല്ലിൻ കഷ്ണം ഹാരി ഇദ്രിസിന്റെ വയറ്റിൽ കുത്തിയിറക്കി. ദേഷ്യം മാറാതെ വീണ്ടും വീണ്ടും കുത്തിക്കൊണ്ടിരുന്ന ഹാരിയെ പിടിച്ചു മാറ്റിയത് അബുവാണ്. അങ്ങനെ ആ മരുഭൂമി വീണ്ടും ശാന്തമായി. യാത്ര പറയും മുമ്പ് അബുവിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് ഹാരിക്ക് അറിയില്ലായിരുന്നു. ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ഹാരി അയാളോട് ചോദിച്ചു. ദൈവം ഇനിയും എനിക്കായി എന്താണോ കരുതിയിരിക്കുന്നത് അത് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ് തൻ്റെ സുഹൃത്തിൻ്റെ നന്ദി വാക്കിന് കാത്തു നിൽക്കാതെ യാത്ര പറഞ്ഞ് അബു അവിടെ നിന്ന് മടങ്ങി. പിന്നെയും മാസങ്ങൾ ഒരുപാട് കഴിഞ്ഞുപോയി. ഒരിക്കൽ പതിവ് പോലെ എത്തിനെ പള്ളിയിലിരിക്കുമ്പോഴാണ് ഹാരി അവളെ കാണാനായി എത്തുന്നത്. ഹാരി മടങ്ങി വന്നതിൽ അവൾക്ക് അത്ഭുതം തോന്നിയില്ല. അവൻ മടങ്ങി വന്നുവെന്ന് അവൾ അറിഞ്ഞിരുന്നു. അവൾക്ക് അത്ഭുതം തോന്നിയത് അവന് വന്ന മാറ്റങ്ങൾ കണ്ടാണ്. ഇനിയെങ്കിലും നിനക്കതെനിക്ക് തിരിച്ചു തന്നുകൂടെ എന്ന് എത്തിനെ ഹാരിയോട് ചോദിച്ചു. അപ്പോഴും അവൻ കീശയിൽ പൊതിഞ്ഞു സൂക്ഷിച്ചിരുന്ന അവസാനത്തെ തൂവൽ ഹാരി എത്തിനെ തിരികെ ഏൽപ്പിച്ചു. തെല്ലൊരു മടിയോടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടച്ച് വിവാഹത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നോ എന്ന് എത്തിനയാളോട് അന്വേഷിച്ചു. ഭാവമാറ്റമൊന്നുമില്ലാതെ താൻ അറിഞ്ഞിരുന്നുവെന്നും നിങ്ങൾ രണ്ടാളും ഇനിയുള്ള കാലം സന്തോഷമായിരിക്കണമെന്നുമാണ് ഹാരി അവളോട് പറഞ്ഞത്. പക്ഷെ അത് പറഞ്ഞ ശേഷം അയാളുടെ മുഖം മാറുന്നതും കണ്ണു നിറയുന്നതും കണ്ടപ്പോൾ എല്ലാം മാറുമെന്നും നീ ഒരാളെ കണ്ടെത്തുമെന്നും എല്ലാം പഴയതുപോലെ ആവുമെന്നും എത്തിനെ അയാളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഇനിയൊന്നും പഴയതുപോലെ ആവില്ല എന്നാണ് ഹാരി പറഞ്ഞത്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, പക്ഷെ ഇനി എനിക്കതിന് പറഞ്ഞു പൂർത്തിയാക്കാൻ കഴിയാതെ എത്തിനെ വിങ്ങിപ്പൊട്ടി. അന്ന് വൈകുന്നേരം തന്നെ ഹാരി ജാക്കിനെ കാണാനും എത്തി. അല്പം മദ്യം കഴിച്ചിരുവരും സംസാരിക്കുമ്പോഴും ഹാരി മടങ്ങി വന്നതിലുള്ള സന്തോഷം ജാക്കിന്റെ മുഖത്ത് പ്രകടമായിരുന്നില്ല. എത്തിനെ തന്നെയാണ് അതിന് കാരണമെന്ന് ഹാരിക്ക് അറിയാമായിരുന്നു. ഹാരി അവളെക്കുറിച്ച് സംസാരിക്കാതെ തന്നെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്നും എത്തിനേക്ക് അവൾക്ക് ഇഷ്ടമുള്ള തീരുമാനമെടുക്കാമെന്നും ജാക്ക് പറഞ്ഞപ്പോൾ എത്തിനെ അവളുടെ തീരുമാനം എടുത്തു കഴിഞ്ഞുവെന്നാണ് ഹാരി പറഞ്ഞത്. ഇരുവരും അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ടേബിളിലിരുന്ന കുറച്ച് കത്തുകൾ നിലത്ത് വീണപ്പോൾ ഹാരി അതെടുത്ത് വെക്കാൻ തുടങ്ങിയതും ജാക്ക് വേഗം അവൻ്റെ മുഖത്ത് സ്പർശിച്ചു നോക്കി. താൻ ഇത്ര നാളും സംശയിച്ചത് ശരിയാണോ എന്ന് ജാക്ക് തിരിച്ചറിഞ്ഞു. ഹാരി തന്നെയാണ് തന്നെ ആ മരുഭൂമിയിൽ നിന്ന് രക്ഷിച്ചത്. ജാക്കിൻ്റെ മനസ്സിൽ അപ്പോൾ ഉണ്ടായ കൊടുങ്കാറ്റിൽ കൊടുത്തയച്ചില്ലെങ്കിലും അയാൾ ഹാരിക്കായി മനസ്സിൽ കരുതി വെച്ചിരുന്ന ഒരു വെള്ളത്തൂവൽ പറന്നകന്നു പോയിരുന്നു. ജാക്ക് അതേക്കുറിച്ചൊന്നും ചോദിച്ചില്ല. ഹാരി ഒന്നും പറഞ്ഞതുമില്ല. ശേഷം അത്രയും നേരമില്ലാതിരുന്നൊരു പുഞ്ചിരിയോടെ ജാക്ക് ഹാരിക്കടുത്തേക്ക് വന്നിരുന്നു. പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിക്കാൻ ആരംഭിച്ചു. എത്തിനെക്കുറിച്ചും ആ സംസാരം നീണ്ടു. ഹാരിയുടെയും എത്തിനയുടെയും സ്നേഹബന്ധത്തിൽ തനിക്ക് അസൂയ ഉണ്ടായിരുന്നുവെന്ന് ജാക്ക് സമ്മതിച്ചു. ഒരാൾക്കൂട്ടത്തിൽ ഞാൻ എപ്പോഴും തിരഞ്ഞിരുന്നത് അവളുടെ മുഖമാണ്. പക്ഷേ ഞാൻ നോക്കുമ്പോഴെല്ലാം അവൾ നിന്നെ തന്നെയായിരിക്കും നോക്കിക്കൊണ്ട് നിൽക്കുക. എല്ലാവരും എനിക്ക് വേണ്ടി കൈയടിക്കുമ്പോഴും എത്തിനെ മാത്രം നിന്റെ മുഖത്തേക്ക് കണ്ണെടുക്കാതെ നോക്കുന്നുണ്ടാവും. ഇപ്പോഴും അതിനൊന്നും മാറ്റം വന്നിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാമെന്ന് ജാക്ക് പറഞ്ഞപ്പോൾ അയാൾ എത്തിനെ തന്നെ തിരികെ ഏൽപ്പിക്കുകയാണ് എന്ന് ഹാരി തിരിച്ചറിഞ്ഞു. പിന്നീട് എത്തിനെ അവിടേക്ക് വരുമ്പോൾ ജാക്ക് അവൾക്കരികിലേക്ക് പോയി സംസാരിക്കുന്നതിനിടയ്ക്ക് അവളുടെ മുഖം മാറുന്നതും ഹാരി ആ ജനലിലൂടെ കാണുന്നുണ്ടായിരുന്നു. ജാക്കിൻ്റെ ആ തീരുമാനം ഹാരിയെപ്പോലെ എത്തിനെയും ആഗ്രഹിച്ചിരുന്നിരിക്കാം. പിന്നീട് യുദ്ധം അവസാനിച്ച് മടങ്ങിയെത്തിയവരെ സ്വീകരിക്കുന്ന ചടങ്ങിൽ വെച്ചാണ് ഹാരി അച്ഛനെ വീണ്ടും കാണുന്നത്. അയാൾ തൻ്റെ മകനെ തിരികെ നാട്ടിലേക്ക് സ്വാഗതം ചെയ്തു. പക്ഷേ ഇത്തവണ ആ ശബ്ദത്തിൽ ഒരു പട്ടാളക്കാരൻ്റെ ഔപചാരികത ഉണ്ടായിരുന്നില്ല. തൻ്റെ മകനെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കുന്ന ഒരച്ഛൻ്റെ സ്നേഹം നിറഞ്ഞ വാക്കുകളായിരുന്നു അത്. പിന്നീട് എത്തിനെയുമായി സംസാരിച്ച് നടക്കുമ്പോൾ അവൾ ഹാരിയോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹാരി പറഞ്ഞത് എല്ലാം നടക്കേണ്ടതായിരുന്നു എന്നാണ്. മരുഭൂമിയിലെ തൻ്റെ സുഹൃത്തിൻ്റെ വാക്കുകളാണ് ഹാരി ഇപ്പോൾ ഓർത്തെടുത്തത്. എല്ലാം ദൈവത്തിൻ്റെ നിയോഗമാണ്.